Good afternoon. Good afternoon, ma'am. Okay, നിങ്ങളുടെ കോഡെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇല്ല മാം. Okay, please start. You can lead the class also. നിങ്ങൾക്ക് prayer ചെയ്യാം, sign in ചെയ്യാം, then thought for the day എല്ലാം ചെയ്ത് എന്തെങ്കിലും ഷെയർ ചെയ്യാണെങ്കിൽ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. You are the facilitators now, right? Okay, please. മാം പ്രയർ ഞാനാണ് റോഷ്ന. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. കാരുണ്യം പോലൊന്ന് സ്നേഹസ്വരൂപാനിൻ കാനിണ കൈവണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും തീയും നിന്റെ അനുഗ്രഹങ്ങൾ. പ്രാണനും ബുദ്ധിയും സ്നേഹവും ശക്തിയും പ്രാണനിൽ പ്രാണനും നിന്റെയല്ലോ. എന്തിനും മീതെ വിളങ്ങട്ടെ ദൈവമേ നിന്തിരുനാമവും കാരുണ്യവും. നല്ലതേ തോന്നാവൂ, നല്ലതേ ചെയ്യാവൂ, നല്ലതേ ചൊല്ലാവൂ നിൻ കൃപയിൽ. എന്നും അതിനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനേ, തന്നരുളേണമേ തമ്പുരാനേ. താങ്ക് യു മാം. താങ്ക് യു മാം. കോഡ്സ് പറയാം. ട്രൂ ലവ് ഈസ് ലവ് ദാറ്റ് കോസസ് us പെയിൻ, that hurts and yet brings us joy. That is why we must pray to God and ask him to give up the courage to love. യഥാർത്ഥ സ്നേഹം എന്നാൽ നമുക്ക് വേദന നൽകുന്നതും മുറിവേൽപ്പിക്കുന്നതും എന്നാൽ സന്തോഷം നൽകുന്നതുമായ സ്നേഹമാണ്. അതുകൊണ്ടാണ് സ്നേഹിക്കാനുള്ള ധൈര്യം നൽകാനായി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. മദർ തെരേസ. മാം സൈൻ ഇൻ. ഒരു ചെറിയ കഥയാണ്. ഒരു വീട്ടിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അവൻ ആ വീട്ടില് സന്തോഷവാനായിട്ടാണ് ജീവിച്ചിരുന്നത്. അവന്റെ ഉടമസ്ഥൻ രാവിലെ അവന് ഭക്ഷണം കൊടുത്തിട്ട് ജോലിക്ക് പോകും. അവന് കൊടുക്കാനായി അവന്റെ ഇഷ്ട ഭക്ഷണങ്ങളുമായിട്ടാണ് സന്ധ്യയാവുമ്പോൾ അദ്ദേഹം തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം വീട്ടിലോട്ട് വരുമ്പോൾ ഒരു കുഞ്ഞു കൂട്ടിൽ ഒരു സുന്ദരി കിളിക്കുഞ്ഞിനെ കൊണ്ടുവന്നു. അവൾക്ക് ഇഷ്ടമുള്ള ചെറിയ പഴങ്ങളും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ ഉടമസ്ഥൻ അവൾക്ക് കൊടുത്തു. പട്ടിക്കുട്ടിക്ക് തന്റെ ഉടമസ്ഥനോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നി. അദ്ദേഹം തന്നെ പോലെ തന്നെ എല്ലാ ജീവികളെയും സ്നേഹിക്കുന്നു എന്നും അവന് തോന്നി. കൂട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന, വെള്ളത്തിൽ കുളിച്ച് ചിറകുകൾ കാറ്റിൽ ഉണക്കുന്ന കുഞ്ഞിക്കിളിയെ അവൻ കണ്ട് രസിച്ചു. അങ്ങനെ ഇരിക്കെ തൊടിയിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കവേ പട്ടിക്കുട്ടി ഒരു കുഴിയിലേക്ക് വീണു. ഒരുപാട് ശ്രമിച്ചിട്ടും അതിൽ നിന്ന് കയറാൻ അവന് കഴിഞ്ഞില്ല. വൈകുന്നേരം ഉടമസ്ഥൻ വന്ന് കയറ്റുന്നവരെ ആ കുഴിയിൽ തന്നെ അവൻ കിടന്നു. ആ കുഴിയിൽ അവൻ കിടന്ന മണിക്കൂറുകൾ അവന് നൽകിയത് സ്വാതന്ത്ര്യം എന്ന തിരിച്ചറിവായിരുന്നു. ആ കിളിക്കൂടിന്റെ വാതിൽ തന്റെ നഖങ്ങൾ കൊണ്ട് അവൻ തുറന്നു വിട്ടു. ആ കിളിയെ പുറത്തേക്ക് വിട്ടു. അവൾ ആകാശത്തേക്ക് പറന്നുയർന്നു. കേവലം നാൽക്കാലികൾക്ക് പോലും മനസ്സിലാകുന്ന ഒന്ന്, മനുഷ്യനായാലും മൃഗമായാലും തുല്യമായ ഒന്ന്, എന്നെ ഞാനായും നിന്നെ നീയായും ജീവിക്കാൻ അനുവദിക്കുന്ന ഒന്ന്, അത് സ്വാതന്ത്ര്യം. പ്രകൃതിയുടെ ഭംഗിയിൽ നിന്ന് ഒരിക്കലും മൃഗങ്ങളെ മാറ്റി നിർത്താനാവില്ലല്ലോ. അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നിലനിർത്തേണ്ടത് നമ്മുടെ കൂടെ കടമയാണെന്ന സന്ദേശം ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നു. മാമിനെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. മാം, വെൽക്കം ടു അവർ MT11 ബാച്ച്. നമ്മൾ ഇനി പുതിയ ചാപ്റ്ററിലേക്കാണ് പോകേണ്ടത്. വൺസ് അഗൈൻ വെൽക്കം മാം. Okay, nice. Thank you so much. And എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ടേം 1 എക്സാമിനേഷൻ? അത് നല്ലതായിരുന്നു മാം. നല്ലതാന്ന് തോന്നുന്നു. ഇനി റിസൾട്ട് വരുമ്പോഴേ അറിയൂ. നല്ലതായിരുന്നു, എളുപ്പമായിരുന്നു മാം. ആണോ? 9 questions from my side. എന്റെ സൈഡിൽ നിന്ന് 9 ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കുഴപ്പിച്ചോ? ഇല്ല മാം, കോമൺ സെൻസ് വെച്ച് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. നമ്മളുടെ എക്സാംസ് എല്ലാം അങ്ങനെയായിരിക്കും. നത്തിങ് ഇങ്ങനെ നമ്മൾക്ക് ചിന്തിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും. അതാണ് അസൈൻമെന്റ്സും എല്ലാം നമ്മൾ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി വരണം, നമ്മൾ ആലോചിക്കണം ഇങ്ങനെയാണെങ്കിൽ എന്താണ് അത്, ആ രീതിയിലാണ്. ഓക്കെ, റിസൾട്ട് മേ ബി നെക്സ്റ്റ് വീക്ക് വരുമായിരിക്കും. കാരണം ഇപ്പൊ നാളെ ഒരു ബാച്ചിന്റെ കോൺവെക്കേഷൻ ആയതുകൊണ്ട് അതിന്റെ തിരക്കിലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ തന്നേനെ സ്കോറ്. കുഴപ്പമില്ല. ഈ ഒരു മെത്തേഡിൽ തന്നെയായിരിക്കും മെയിൻ എക്സാം വരുന്നത്. അപ്പൊ എനിക്ക് അറിയേണ്ടത് റെക്കോർഡ് റൈറ്റിംഗ് ഞാൻ എവിടം വരെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തന്നു? എല്ലാം പറഞ്ഞു തന്നിരുന്നു. 5ാമത്തെ റെക്കോർഡിന്റെ ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ട്.
വന്നിട്ടുണ്ട്. ഓക്കെ. സോ 4th MT10 പ്രാക്ടിക്കൽ സെഷൻ ആണ്. പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്നുള്ള അവരുടെ സെഷൻ. അപ്പോ നിങ്ങൾക്കും ഉടനെ കാണും ഇൻ ദ സെൻസ് മേ ബി സാറ്റർഡേസ് ആയിരിക്കും. സാറ്റർഡേസ് വെക്കുന്നത് നമ്മുടെ ക്ലാസ് ടൈമിനെ അത് എഫക്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത് ഏത് സാറ്റർഡേ, കാരണം സാറ്റർഡേസിലാണ് ഈ കോൺവെക്കേഷനും വരുന്നത്. അപ്പം പല പല ബാച്ചുകളുടെയും വേറെ കോഴ്സുകളുടെയും ഒക്കെ കോൺവെക്കേഷനും വരുന്നുണ്ട്. ഏത് സാറ്റർഡേ ആകും എന്നുള്ളത് അറിയില്ല. എന്നാലും ചിലപ്പോൾ ഒക്ടോബറിൽ തന്നെയായിരിക്കും കോൺവെക്കേഷൻ വരിക, മീൻസ് പ്രാക്ടിക്കൽസ് വരിക. അപ്പൊ അതിനു മുമ്പ് ഡെമോ ക്ലാസ്, അതായത് മെറ്റീരിയൽസിന്റെ ഡെമോ ചെയ്ത് കാണിക്കും ടീച്ചേഴ്സ്. കാരണം എല്ലാവർക്കും ചിലപ്പോ പ്രാക്ടിക്കൽ സെഷന് വരാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പൊ ഡെമോ ചെയ്ത് കാണിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്നുള്ള സെഷനിലേക്ക് എത്തുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ നേരിട്ട് വരുന്നതിന് 2 ഡേയ്സോ, അതായത് സാറ്റർഡേ വരുവാണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള തേഴ്സ്ഡേ, ഫ്രൈഡേ അല്ല തേഴ്സ്ഡേ, മോഡ്യൂൾ 3 ആണ് നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ. ആ മോഡ്യൂൾ 3യുടെ സെഷൻ ഞാൻ നൈറ്റിലെ ക്ലാസ് വയ്ക്കും. എല്ലാവർക്കും ജോയിൻ ആവാൻ വേണ്ടിയിട്ടാണ് നൈറ്റിൽ എടുക്കുന്നത്. 7:30 ഓൺവേർഡ്സ് നമ്മുടെ തീരുന്ന അനുസരിച്ച്. ആ മോഡ്യൂൾ 3 ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ റെക്കോർഡ്, ഒരു മോഡൽ, ഒരു റെക്കോർഡ് തന്നിട്ടില്ലേ. മോഡ്യൂൾ 3 വെറുതെ ഒന്ന് മറിച്ചു നോക്കിയാൽ തന്നെ കാണാം. മോഡ്യൂൾ 3നെ 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 ഏരിയയാണ് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത 5 ഏരിയയാണ് മോഡ്യൂൾ 3യിലെ നമ്മളുടെ 5 പാർട്സ്. ഈ 5 ഏരിയയെ കുറിച്ചാണ് റെക്കോർഡ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ മോഡലായി തന്നില്ലേ. അപ്പൊ നമ്മളുടെ മോഡ്യൂൾ 3 വായിച്ചാലും കുറേ കാര്യങ്ങൾ അതുണ്ട്. നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കുറെ ഡെമോൺസ്ട്രേഷൻസ്, ആക്ടിവിറ്റീസ്, നമുക്ക് സ്കൂളുകളിൽ ചെയ്യിക്കാൻ പറ്റുന്ന കുറെ ആക്ടിവിറ്റീസ് ഏജ് റിലേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വീണ്ടും വീണ്ടും എഴുതി വെക്കുക, അത് വെറുതെ ക്ലാസ്സിൽ പറഞ്ഞു പോവുക, അതിന്റെ ആവശ്യമില്ല. വായിച്ചു നോക്കുക. അതിന്റെ ഒരു ബ്രീഫിംഗ് സെഷൻ ഒരു 1.5 hours കൊണ്ട് ഞാൻ നിങ്ങൾ വരുന്ന പ്രാക്ടിക്കൽ സെഷനിൽ വരുന്നതിന് മുമ്പുള്ള ആ ഒരു തേഴ്സ്ഡേ എടുക്കും. ഫ്രൈഡേ എടുക്കാത്തത് ചിലര് ദൂരെ നിന്നുള്ളവർ വരാറുണ്ട് ചില സമയത്ത്. അപ്പൊ അവര് ട്രാവലിംഗിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ തേഴ്സ്ഡേ ആണ് പലപ്പോഴും അത് വെക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി നമ്മള് പാർട്ട് 3യിലേക്കാണോ പോകണ്ടേ? അങ്ങനെയാണ് മാം പറഞ്ഞത്. ഓക്കെ. ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് പാർട്ട് 2 സൈക്കോളജി ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി ആയിരുന്നു. നമ്മൾക്ക് കാര്യം നമ്മളുടെ കയ്യിലൂടെ ചെറിയ കുട്ടികളാണ്. പ്രൊഫഷണലി പറയുമ്പോൾ നമ്മളൊരു സ്കൂളിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ആയിരിക്കും കൂടുതൽ പോകുന്നത്. പിന്നെ ഡിപ്പെൻസ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ചിലപ്പോൾ ഹയർ ക്ലാസ്സുകളിലേക്ക്, മാനേജ്മെന്റ് സ്കൂളിലൊക്കെ അവർക്ക് തീരുമാനിക്കാമല്ലോ. അതിന് പ്രത്യേകം ക്വാളിഫിക്കേഷൻ അവർ നോക്കില്ല. നമ്മൾക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഹയർ ക്ലാസ്സിലേക്ക് അവർ പ്രൊമോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ക്ലാസ്സസ് എടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അഡോളസൻസ് ഏജിൽ വരുന്ന കുട്ടികളും കൗമാരക്കാരും ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നിങ്ങളൊന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഏരിയയാണ് ചൈൽഡ് സൈക്കോളജി. ചൈൽഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ആ ഒരു ചൈൽഡ്ഹുഡ് മാത്രമായിരിക്കും വരുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ, ഡെവലപ്മെന്റ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവന്റെ തുടിപ്പ് അമ്മയുടെ ഗർഭപാത്രത്തിലാകുന്ന തുടങ്ങി അവൻ ഡെത്ത് ആവുന്ന വരെയുള്ള ചേഞ്ചസ് ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വോം ടു ടോംബ്, അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കുട്ടിയുടെ ആ ഒരു ജീവന്റെ തുടിപ്പ് തുടങ്ങി ആ കുട്ടി വലുതായി വരുന്നത് എന്താ പറയാ പ്രീനേറ്റൽ പീരീഡ്, അമ്മയുടെ വോമ്പിലായിരിക്കുന്ന സമയത്തെയും പിന്നെ അത് കഴിഞ്ഞ് പോസ്റ്റ് നേറ്റൽ പീരീഡ്, അത് പ്രസവിച്ച് കഴിഞ്ഞ് ഉള്ള പിന്നെ ഓരോരോ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നുള്ള രീതിയിൽ വരുമല്ലോ. അങ്ങനെ ഒരു കേസ് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഓരോ ഏജിലും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു. ഗ്രോത്ത് ഒരു പർട്ടിക്കുലർ ഏജ് ആകുമ്പോഴേക്കും അങ്ങോട്ട് സ്റ്റോപ്പ് ആവും. പക്ഷെ ഡെവലപ്മെന്റ് അങ്ങനെയല്ല. അത് നമ്മളുടെ അറിവ് സമ്പാദിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനൊരു പ്രായമില്ല നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾക്ക് നോളജ് പല കാര്യങ്ങളിലും കൂടുമ്പോൾ നമ്മളുടെ പ്രവർത്തികള്, എന്താ പറയാ നമ്മളുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ വ്യത്യാസം വരും, ഫിസിക് ഒക്കെ തന്നെ വ്യത്യാസം വരും. അത് കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്താൽ അറിയാൻ പറ്റും. അവരാ ചെറിയ ക്ലാസ്സിലെ പോലെയല്ല അവരൊരു ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ രീതികൾ, അല്ലെ, അത് കഴിഞ്ഞ് ഒരു കോളേജ് ആ ലെവലിലേക്ക് എത്തുമ്പോൾ അവരുടെ രീതികൾ വേറെയാകും. എനിക്ക് ഒരു 1 minute തരാമോ? ഓഫീസിൽ നിന്ന് അപർണ മിസ് വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും കുറെ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വരുന്ന അത്യാവശ്യമായിരിക്കും.
ഓക്കെ. അപ്പൊ അതിൽ നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെന്ന് വെച്ചാൽ കുട്ടികളുടെ പല കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ക്ലിയർ ആവും, കുറെ കൂടെ ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ ഈ ഒരു മോണ്ടിസോറി മെത്തേഡിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ് കുട്ടികളെ മാത്രമല്ല ആളുകളെ ഡീൽ ചെയ്യാനും നമുക്ക് പറ്റും. നമ്മുടെ മുന്നിൽ വരുന്നവരെയൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ ഏരിയയില് ചൈൽഡ് സൈക്കോളജി, ഡെവലപ്മെന്റ് സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, കാരണം പേരിന് മാത്രമാണ് പലപ്പോഴും കോഴ്സുകളിൽ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അത് BEd ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവിടെയും ആരും അത് ഉൾക്കൊണ്ടിട്ട് പഠിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. വീട്ടിലെ കുട്ടികളൊക്കെ വന്ന് ഈ പറയുന്ന മോണ്ടിസോറിക്ക് ജോയിൻ ചെയ്യുമ്പോഴാണ് അവർക്ക് അതിന്റെ ക്ലാരിറ്റി കുറച്ചുകൂടെ കിട്ടുന്നത്. ഇത് കഴിയുമ്പോൾ BEd കഴിഞ്ഞ് ജോലിക്ക് പോവാൻ മടിച്ചു നിന്ന പലരും മോണ്ടിസോറി കഴിഞ്ഞ് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. കാരണം അവരത്രയും അതിന്റെ ഉള്ളിൽ കിടന്നങ്ങ് ഷേപ്പ് ആവുകയാണ്. അപ്പൊ അവിടെ അവർക്ക് പരീക്ഷ എഴുതുക, മാർക്ക് കിട്ടുക എന്നുള്ള രീതിയിലാണ് BEdന്റെ എഡ്യൂക്കേഷൻ സൈക്കോളജിയൊക്കെ അവരുടെ പാർട്ട്. അത് നമ്മളുടെ ഒരു സിലബസിന്റെയോ സിസ്റ്റത്തിന്റെയോ ഒക്കെ പ്രശ്നമായിരിക്കാം. അപ്പൊ അത് നമ്മൾ ഒന്ന് ഉൾക്കൊണ്ട് ചെയ്യുവാണെങ്കിൽ അത് ആളുകൾക്ക് ഉപയോഗപ്പെടും. അതിന് വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി വരുന്ന. സ്റ്റുഡന്റിന്റെ ബിഹേവിയർ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിനനുസരിച്ച് ടീച്ചിങ് മെത്തേഡ്സ് അവനിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം, ടീച്ചിങ് ആക്ടിവിറ്റി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ ഫൈൻ. സോ നമുക്ക് പുതിയ ലെസണിലേക്ക് അടക്കാം. റെക്കോർഡ്സ് എല്ലാം തന്നു കഴിഞ്ഞു. 10 ക്വസ്റ്റ്യൻസിന്റെ അസൈൻമെന്റ് തന്നിരുന്നു. അതിന്റെ ഡീറ്റെയിൽസും പറഞ്ഞിരുന്നു. ഡീറ്റെയിൽസ് പറഞ്ഞില്ല. ഓക്കെ. അത് ഞാനിന്ന് പറയാം, കാരണം അത് നിങ്ങൾ ചെയ്യേണ്ടത്. പാർട്ട് 4 ഏതെങ്കിലും ടീച്ചേഴ്സ് എടുത്തു തുടങ്ങിയോ? പാർട്ട് 4 സ്കൂൾ ഓർഗനൈസേഷൻ, സ്കൂൾ മാനേജ്മെന്റ് അല്ലേ മാം? അതെ. അതില് കുറെ ചാപ്റ്റർ തീർന്നു. സ്കൂൾ മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ്, സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം, പ്രോഗ്രാംസ്. നിങ്ങളുടെ PG ടോപ്പിക് ഇതിന്റെ കുറച്ചുകൂടെ ഒരു ഹയർ വേർഷൻ ആണ് ഈ പാർട്ട് 4ന്റെ. അപ്പൊ ശരിക്കും PGക്കാർക്കാണ് ഞാൻ ആ 10 ക്വസ്റ്റ്യൻസിന്റെ അസൈൻമെന്റ് കൊടുക്കാറ്. പക്ഷെ ഞാൻ ഓർത്തു 2 കാറ്റഗറീസും, ഡിപ്ലോമയും PG സ്റ്റുഡൻസും 2 പേരും ഈ അസൈൻമെന്റ് എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്കും ഐഡിയ കിട്ടും. അതുകൊണ്ട് 2 പേരും എഴുതേണ്ടതാണ്. 2 പേർക്കും കോമൺ ആയിട്ടുള്ള അസൈൻമെന്റ് ആട്ടോ ഈ ഒരു 10 ക്വസ്റ്റ്യൻസിന്റെ അസൈൻമെന്റ്. ഇനി ഇപ്പൊ വൈവ സെഷൻ പല ബാച്ചുകൾക്ക് നടത്തുമ്പോൾ കുട്ടികൾക്ക് ചില കൺഫ്യൂഷൻസ് വന്നു. കാരണം നമ്മുടെ വൈവ സെഷന്റെ അസൈൻമെന്റ് ആൻഡ് സർവേ തന്നു. ഓക്കെ. അസൈൻമെന്റ് ആൻഡ് റിപ്പോർട്ട് എന്നും പറഞ്ഞാണ് പ്രാക്ടിക്കൽ സെഷനിൽ ഒരു കോളം കിടക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിന് 100 മാർക്സ് കൊടുത്തിരിക്കുന്നത്. അസൈൻമെന്റിന് മാത്രമായിട്ട് 50 മാർക്കും ഈ സർവേക്ക് 50 മാർക്കും, അങ്ങനെയാണ് ടോട്ടൽ 100. അപ്പൊ അസൈൻമെന്റ് നിങ്ങൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാകാം. അത് കണ്ട് പല കുട്ടികളും അയ്യോ എനിക്ക് ചിലപ്പോൾ ഈ മാർക്ക് ഔട്ടായ കുട്ടികളെ അവരുടെ മാർക്സിൽ ചിലപ്പോൾ 95, 96 എന്ന് കാണുമ്പോൾ അവർ പറയും അസൈൻമെന്റ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തു, എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയതാണല്ലോ, എന്നിട്ട് എനിക്ക് എങ്ങനെ അവിടെ 96 കിട്ടി, അല്ലെങ്കിൽ എനിക്ക് എന്താ 100 അവിടെ കിട്ടാത്ത എന്നൊരു കൺസേൺ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ചിന്തിക്കും, നമ്മള് വർക്ക് ചെയ്യാണ് ടീച്ചറായിട്ട്, നമ്മൾ കുട്ടികൾക്ക് ഒരു ഹോംവർക്ക് പോലെ കൊടുക്കുന്നു, ഒരു ടോപ്പിക് എന്തെങ്കിലും കൊടുക്കുന്നു, കുട്ടി അത് നല്ല രീതിയിൽ ചെയ്ത് എഴുതിക്കൊണ്ട് വരും. അത് കഴിഞ്ഞ് ആ എഴുതിയ കാര്യം അവനോടൊന്ന് ചോദിക്കുമ്പോൾ അവൻ വലിയ ഐഡിയ ഇല്ലാതെ, അല്ലെങ്കിൽ ചിലപ്പോ അതിന്റെ പ്രസന്റേഷൻ അത്രയ്ക്ക് അങ്ങോട്ട് ആവാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അവന് ആ ഹെൽപ്പ് എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അസൈൻമെന്റ് എഴുതുന്നതിനെ പറ്റി നമ്മൾക്ക് നല്ലൊരു ധാരണ വേണം. നമ്മളത് വൈവയ്ക്ക് ഞങ്ങൾ ഈ അസൈൻമെന്റിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റാൻഡം ആയിട്ട് ചോദിക്കുമ്പോൾ പ്രസന്റ് ചെയ്യുന്നത് വെച്ചിട്ടാണ് നിങ്ങൾ എഴുതിയതിന്റെ മാർക്ക് നമ്മുടെ സൈഡിലുണ്ടാവും, പ്രസന്റ് ചെയ്തതും കൂടെ വെച്ചിട്ടാണ് മാർക്ക് ഇടുന്നത്. നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് എവിടെ റെഫർ ചെയ്തിട്ടും നമുക്ക് എഴുതി നമ്മൾ എഫേർട്ട് എടുത്തു, ശരി തന്നെ എഴുതി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. കണ്ടന്റ് കാണുമ്പോൾ ഇറ്റ്സ് ബെറ്റർ എന്ന് തോന്നിയാൽ നമ്മൾ അവിടെ മാർക്ക് കൊടുക്കും. പക്ഷെ ആ സെയിം സാധനം നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്ത് ശരിയായ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ചിലപ്പോൾ 2, 3, 4 മാർക്ക് കുറയും. പിന്നെ അത് മാത്രമല്ല, സർവേയുടെ കേസിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം, 5 പേര് മിനിമം 5 പാരന്റ്സ് എന്നാ പറഞ്ഞിരിക്കണേ, എത്ര വേണമെങ്കിലും ആകാം. സർവേ എന്നൊക്കെ പറയുമ്പോൾ കുറേ ആളുകളുടെ ഡേറ്റയാണ് എടുക്കേണ്ടത്. 2 പേരുടെ 3 പേരുടെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു അനാലിസിസും ഒബ്സർവേഷനും റിസൾട്ടും കിട്ടില്ല. അപ്പൊ അങ്ങനെ ചിലര് 2 പേരുടെ 3 പേരുടെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ചിലര് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഈ 50 മാർക്ക് അതിനനുസരിച്ച് മാറും. ചെയ്തു നിങ്ങൾ ഡേറ്റയൊക്കെ കളക്ട് ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് ഒരു 20 മാർക്ക് തരാനായിട്ട് പറ്റുമായിരിക്കും, 25 അല്ലെങ്കിൽ 30 തന്നു എന്ന് വിചാരിച്ചു.
പക്ഷെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ എപ്പോഴും ഈ ഒരു മാർക്ക്, നമ്മുടെ മാർക്ക് ലിസ്റ്റ് എന്നും പറഞ്ഞ വാല്യൂ ആയിട്ടുള്ള ഒരു ഇതില് വരുന്നതാണ്, ആ ഒരു ഡോക്യുമെന്റ് വരുന്നതാണ്. നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഓക്കെ റിപ്പോർട്ട്, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് എടുത്തു കൊടുക്കാൻ പറ്റണം. നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് റിട്ടൺ ഇസ് വെരി ഗുഡ്. കാരണം നമ്മൾ തന്നെ എഴുതിയ നമ്മളുടെ എഫേർട്ട് അതിനകത്ത് കാണാൻ പറ്റും. നമുക്കും നല്ല കോൺഫിഡൻസ് ആയിരിക്കും അതിനെപ്പറ്റി പറയാനായിട്ട്. അപ്പൊ അവർക്ക് മനസ്സിലാവും ഓ ഇത് ചെയ്തിട്ടുണ്ട്. അഥവാ നമ്മളുടെ എടുത്തു കൊടുക്കാൻ ഒരു റിപ്പോർട്ട് ഇല്ലെങ്കിൽ അവർ പറയില്ലയോ ഇത് നിങ്ങൾ എവിടെയോ കാശ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതാണ്, ഫേക്ക് ആണെന്നുള്ള രീതിയിൽ അത് നിങ്ങളെ ബാധിക്കും. മീൻസ് നമ്മളുടെ ഒരു ക്രെഡിബിലിറ്റി ഒക്കെ ബാധിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മാത്രമല്ല, കൂടുതലായിട്ട് നമ്മൾക്ക് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാവില്ലേ. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് മാർക്ക് ഇടുക. പിന്നെ തിയറി എക്സാമിന്റെ മാർക്ക് അത് ഡിജിറ്റൽ ആണ് നടക്കുന്നത് അല്ലെ. നിങ്ങൾ ആ ക്ലിക്ക് ചെയ്യുന്നു, MCQ ആണ്, ആ കറക്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ 2 മാർക്ക്, അവിടെ കുറയാനും പോകുന്നില്ല കൂടാനും പോകുന്നില്ല. ആ മാർക്ക് ഇപ്പൊ 150 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആണെങ്കിൽ 100 മാർക്ക് വന്നു. അവിടെ നമുക്ക് പറയാൻ പറ്റും ഇറ്റ്സ് ഓൺലൈൻ എക്സാം, MCQ ആണ്. 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനുവിൻ ആണ്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പെർഫോമൻസ് ആണ്. അവിടെ എങ്ങനെ 100 കൊടുക്കുമ്പോൾ അത് എന്തോ ഒരു ജെനുവിൻ അല്ലാത്തൊരു ഫീല് വരും. കാരണം പ്രാക്ടിക്കൽ ആളുടെ പെർഫോമൻസ്, ആളുടെ ബോഡി ലാംഗ്വേജ്, ആളുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരും, ആളുടെ അപ്പിയറൻസ്, ഫിസിക് എല്ലാം വരും പ്രാക്ടിക്കൽസിൽ. 10 മിനിറ്റേ ഉള്ളൂ. നമ്മൾ ചെയ്ത കാര്യങ്ങളെ പറ്റി നമ്മൾ കോൺഫിഡന്റ് ആയിരുന്നാൽ മതി. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാം, ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും. പക്ഷെ മലയാളം സംസാരിക്കുമ്പോൾ, ഇംഗ്ലീഷ് ആണെങ്കിലും സംസാരിക്കുമ്പോൾ കൊളോക്കിയലായിട്ട് ആ ടോൺ വരാതെ ശ്രദ്ധിക്കുക. നമ്മൾ കാഷ്വലി സംസാരിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മളിങ്ങനെ ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ വന്നിരിക്കുകയാണെന്നുള്ള ആ ഒരു സീരിയസ് ആയിട്ട് വന്നിരിക്കുക, അങ്ങനെ കാര്യങ്ങളും ശ്രദ്ധിക്കുക. മറ്റുള്ള ബാച്ചുകളിൽ ഇങ്ങനെ ഒരു വ്യത്യാസങ്ങൾ കണ്ടതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു മാത്രം. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ആ അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാം. എങ്ങനെ ഇത് എഴുതണം, എന്തൊക്കെ റെഫർ ചെയ്യണം. കുറച്ച് 10 ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചൊക്കെ ഒന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് വരും. ചില ഡ്രൈ ആയിട്ട് കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ബട്ട് പിന്നെ ഇത് 10 ആയതുകൊണ്ട് നിങ്ങളിപ്പോ ഒരു അസൈൻമെന്റ്സ് എല്ലാം എഴുതിയിരിക്കുന്നത് ഒരു അസൈൻമെന്റ് ബുക്കിലായിരിക്കില്ലേ? ആണോ? അങ്ങനെ ആണെങ്കിൽ ആ ബുക്കില് കുറേ പേജസ് ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അതിൽ തന്നെ എഴുതാം, ഒരു മാർക്ക് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു ചെറിയ ബുക്ക് അസൈൻമെന്റ് മാത്രമായിട്ട് എഴുതിയ അസൈൻമെന്റ് ഇവിടെ എവിടെയോ ഉണ്ട്, എടുക്കട്ടെ കേട്ടോ, സെക്കൻഡ്. ഞാൻ ഇങ്ങനെ ഒരു ചെറിയ നോട്ട്ബുക്കിലാണ്, ഇത്രയും പേജസ് ഉള്ളൂ എൻ്റെ കേട്ടോ. ഇത്രയും പേജസേ ഉള്ളൂ. ഒരു 100 പേജ് കഷ്ടിയുണ്ടോ, 80 പേജ് ആണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് സാധാരണ വലിയൊരു കോളേജ് നോട്ട്ബുക്കിന്റെ ഒരു 1/3, 1/4 ഭാഗത്തോളം ഉള്ളെന്ന് തോന്നുന്നു. ഇത്രയും വലിയത് വേണമെന്നില്ല. എനിക്ക് ഈ ബുക്കില് ഇത് ഫുൾ ഇതിനകത്തായി. കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ വേണ്ടുന്ന 10 ക്വസ്റ്റ്യൻ ഇതിന് ഞാൻ സെലക്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇത്രയും പേജ് തന്നെ ചിലപ്പോൾ വേണ്ടിയില്ല. പിന്നെ നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിനനുസരിച്ച് പിന്നെ ചിലതൊക്കെ പിക്ചേഴ്സ് ഒട്ടിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഇത് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻസ് എന്നാണ് ഈ അസൈൻമെന്റ് ടോപ്പിക്കിന്റെ പേര്. അതിൽ 10 ക്വസ്റ്റ്യൻസ് വരും. ഇത് ഒരുമിച്ച് എഴുതി വെക്കണം. അവിടെ എവിടെയായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതരുത്. ഫസ്റ്റ് വൺ ബുക്ക് റീഡിംഗ് ആണ്. കേൾക്കുമ്പോ തന്നെ അയ്യോ ഈ ബുക്ക് പോയി വാങ്ങണോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതൊരു ബാച്ചിൽ കൊടുത്തപ്പോ ആ കുട്ടിയുടെ അച്ഛൻ എന്നെ വിളിച്ചു, ബുക്ക് ഷോപ്പിൽ ചെന്ന് നിന്നിട്ട് എന്നെ വിളിക്കുക, ഏത് ബുക്കാ വാങ്ങണ്ടേന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ബുക്കിന് വേണ്ടിയിട്ട്. നമ്മളൊരു സ്കൂളൊക്കെ തുടങ്ങുവാണെങ്കിലാണ് നമുക്ക് ഈ ബുക്കിന്റെ ആവശ്യമുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു ബുക്സ് വാങ്ങണ്ട, അതെങ്ങനെ എഴുതണ്ടേന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ടൈറ്റിൽ കൊടുക്കുക, സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ള ആ ടോപ്പിക്കില് 3 ബുക്ക് വായിച്ചിട്ട് അതിന്റെ റിവ്യൂ എഴുതാനാണ്. ആ ബുക്കിന്റെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള റിവ്യൂ എഴുതാനാണ്. നമ്മൾ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. നമ്മുടെ ഫിംഗർ ടിപ്സിൽ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഗൂഗിളിൽ സെർച്ച് ചെയ്യാം.
സെർച്ച് ചെയ്യുമ്പോൾ ആ ബുക്ക് കിട്ടും. ഈ ഓൺലൈനായിട്ട് നമ്മൾ ബുക്സ് വാങ്ങുമ്പോൾ നമുക്കൊന്ന് റെഫർ ചെയ്തിട്ട് വാങ്ങണമെങ്കിൽ അവർ അതിന്റെ കണ്ടന്റ് ഒരു ബ്രീഫിംഗ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വായിച്ചു നോക്കിയിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. ആ രീതിയിൽ ഫ്രീ ആയിട്ട് വായിക്കാൻ കുറച്ച് പേജസോ അല്ലെങ്കിൽ ഒരു ബ്രീഫിംഗ് അവർ പ്രൊവൈഡ് ചെയ്യും. അത് നമുക്ക് ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾക്കത് വായിക്കാം. പിന്നെ അത് മാത്രല്ല, ഈ ടോപ്പിക് വരുന്ന ഈ ഒരു ടൈറ്റിൽ വരുന്ന ബുക്ക് വായിച്ച ആളുകള് താഴെ റിവ്യൂ എഴുതിയിട്ടുണ്ടാവും, ഈ ബുക്കിനെ കുറിച്ചുള്ള റിവ്യൂ. അതും വായിക്കാം. ഞാൻ അങ്ങനെയാണ് എഴുതിയത്. വായിക്കുമ്പോ തന്നെ നമുക്ക് ആ ബുക്കിലുള്ള കണ്ടന്റ്, ആ ബുക്ക് എന്ത് എത്ര യൂസ്ഫുൾ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഓതേഴ്സ്, അത് ടെക്നിക്ക് ഇതായിരുന്നു, സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് എനിക്ക് കിട്ടി. അതിന്റെ ഓതർ ഇന്ത്യൻസ് ആട്ടോ. ഞാൻ സെർച്ച് ചെയ്ത 3 എനിക്ക് ഇന്ത്യൻസ് ആണ് കിട്ടിയത്. കുൽബീർ സിംഗ് സിദ്ധു എന്ന് പറഞ്ഞ ഒരാളാണ് അതിന്റെ ഓതർ. അതിനകത്ത് സ്കൂൾ ഓർഗനൈസേഷന്റെ സെറ്റപ്പ്, മാനേജ്മെന്റ് സിസ്റ്റം, ഇതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ റൈറ്റ്സിന് വളരെയധികം ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കേണ്ട ഫെസിലിറ്റീസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല ലൈബ്രറി, നല്ല ഫെസിലിറ്റീസ്, ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടുന്ന ഫെസിലിറ്റീസ്, പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിൽ ഓതർ പറയുന്നത് പണിഷ്മെന്റും റിവാർഡ്സും കുട്ടികൾക്ക് പ്രോപ്പർ ടൈമിലാണ് കൊടുക്കേണ്ടത്. പിന്നെ സ്കൂളിന്റെ ബാക്ക്ഗ്രൗണ്ട്, പ്രസന്റ്, പാസ്റ്റ് സ്കൂൾ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ പൊസിഷൻ എങ്ങനെയാണ്, ബിൽഡിംഗ് എങ്ങനെയാണ്, എക്യുപ്മെന്റ്സ് എങ്ങനെയാണ്, മെയിൻ്റനൻസ് എങ്ങനെയാണ്, റിപ്പയർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പുതിയതായിട്ടൊരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഈ ബുക്ക് നല്ലൊരു റെഫറൻസ് ആണെന്നാണ് അദ്ദേഹം ആ ബുക്കിൽ പറയുന്നത്. പിന്നെ ടീച്ചേഴ്സിന്റെയും ഹെഡ് മാസ്റ്ററുടെയും എല്ലാം ക്വാളിറ്റീസും ഇമ്പോർട്ടൻസും ഇതിന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ബുക്ക് എനിക്ക് ഫസ്റ്റ് പേജിൽ കഴിഞ്ഞിട്ട് സെക്കൻഡ് പേജിന്റെ ഹാഫ് വരെ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി എഴുതാനായിട്ട്. അത് ആ ബുക്ക് വായിച്ച ആളുകളുടെ റിവ്യൂസും ബുക്കിനെ കുറിച്ചുള്ള ഒരു ബ്രീഫിങ്ങും എനിക്ക് സെർച്ച് ചെയ്തപ്പോൾ കിട്ടി. അങ്ങനെയാണ് ഞാൻ അത് എഴുതിയത്. നെക്സ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ള ഒരു ബുക്ക് കിട്ടി. ടൈറ്റിൽ അതാണ്. ഓതർ 2 പേരാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ എന്ന് എനിക്ക് അറിയില്ല. എം ഡാഷ് ആൻഡ് നീന ഡാഷ് എന്ന് പറഞ്ഞ 2 പേരായിരുന്നു. അപ്പൊ അവര് സ്കൂൾ മാനേജ്മെന്റിനെ കുറിച്ച്, ടോപ്പ് ടൈറ്റിൽ അതാണല്ലോ, സ്കൂൾ മാനേജ്മെന്റ്, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ സ്കൂൾ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം, ഹെഡ് മാസ്റ്ററുടെ ഇമ്പോർട്ടൻസ്, ടീച്ചറുടെ റോള്, പിന്നെ ടൈം ടേബിൾ, റിപ്പോർട്ട് കാർഡ്, അറ്റൻഡൻസ് രജിസ്റ്റർ, ടീച്ചറുടെയും കുട്ടികളുടെയും അറ്റൻഡൻസ് രജിസ്റ്റർ, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് BEd ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്ന BEd സ്റ്റുഡൻസിന് ഈ ബുക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു. ചിലപ്പോൾ BEd സ്റ്റുഡൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും. സ്കൂൾ മാനേജ്മെന്റിന് ഇതിനെനിക്ക് ഒരു പേജേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അത്രേ കിട്ടിയുള്ളൂ. സ്കൂൾ മാനേജ്മെന്റിന്റെയും അപ്രോച്ചസും ഡിസിഷൻ മേക്കിങ്ങും എല്ലാം ഈ ബുക്കിൽ പറയുന്നുണ്ട്. പിന്നെ പല രീതിയിലുള്ള എഡ്യൂക്കേഷൻ ബോർഡ്സ്, പല ബോർഡുകൾ ഉണ്ടല്ലോ എഡ്യൂക്കേഷൻ, അത് ഡിപ്പാർട്ട്മെന്റ്, ഏജൻസീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് എനിക്ക് കിട്ടിയൊരു ബുക്ക് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നായിരുന്നു. ഓതർ SK കൊച്ചാർ. ഇതില് എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ആർക്കും ഈ ബുക്ക് വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതില് സ്കൂൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിനെ കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ പ്ലാൻ ചെയ്യണം അതിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ 21st സെഞ്ചുറിയിൽ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റിൽ വരുന്ന ചലഞ്ചസിനെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹെഡ് മാസ്റ്ററുടെ റോള്, ടീച്ചറുടെ റോള്, കുട്ടികളുടെ റോള്, അങ്ങനെയുള്ള കാര്യങ്ങളും സ്കൂളിലെ മറ്റ് പ്രിമിസസ് ഒക്കെ ഉണ്ടല്ലോ, ലൈബ്രറി, ഓഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്കൂൾ തുടങ്ങാൻ പോകുന്ന ആളുകൾക്ക് ഒരു ഗൈഡാണിത്, നല്ലൊരു ഗൈഡാണ്. സ്കൂളിന്റെ കരിക്കുലം, പിന്നെ അങ്ങനെ സ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈ ബുക്കിനകത്ത്. അത് പറയുന്നുണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന്. അതുകൊണ്ട് അതിൽ ഫിസിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ച് കാര്യമായി ഈ ബുക്കിൽ പറയുന്നുണ്ട്. അത് യോഗയ്ക്കാണ് ഈ ഒരു ഓതർ കൂടുതൽ എംഫസൈസ് കൊടുത്തിരിക്കുന്നത്, പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഈ 3 ബുക്കുകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളും ഇതുപോലെ തന്നെ സെർച്ച് ചെയ്ത് ഈ 3 ബുക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഒരു റിവ്യൂ എഴുതുക. ബുക്ക് റീഡിങ് ആൻഡ് റിവ്യൂ. പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. BEdകാരോട് ചോദിച്ചാൽ ചിലപ്പോൾ അവരുടെ കയ്യിലുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന ഇത്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ
സെക്കൻഡ് വൺ, ഇത് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ വന്നൊരു കാര്യമായിരുന്നു. ടൈം ടേബിളിന്റെ മോഡൽസ്. അതില് കുട്ടികളുടെ ടൈം ടേബിൾ എഴുതണം, ടീച്ചേഴ്സിന്റെ ടൈം ടേബിൾ എഴുതണം, പ്രിൻസിപ്പലിന്റെ ടൈം ടേബിൾ എഴുതണം. ഞാൻ ഫോക്കസ് ചെയ്തത് LKG UKG സെഷൻ മാത്രമേ ഉള്ളൂ. അതായത് LKG UKGയിലുള്ള കുട്ടികളുടെ, അതിനകത്ത് ഇപ്പോ കുട്ടികളുടെ ടൈം ടേബിൾ എഴുതിയപ്പോൾ ഞാൻ LKGയുടെ മാത്രം എഴുതി, അല്ലെങ്കിൽ UKGയുടെ മാത്രം നിങ്ങൾക്ക് എഴുതാം ഒരു ക്ലാസ്സിലെ. ഞാനിപ്പോ എന്റെ മോന്റെ വിചാരിച്ച് ഞാൻ അങ്ങനെ ഒരു കുട്ടിയുടെ എന്നുള്ള രീതിയിലാണ് സ്റ്റുഡന്റ് ടൈം ടേബിൾ എഴുതിയത്. ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് LKG UKG മാത്രമുള്ള ആ ഏരിയയിൽ മാത്രമുള്ള ടീച്ചർമാരെ വെച്ചിട്ട് ടീച്ചർമാര് LKG UKGയിൽ ടീച്ചർ പോകുന്ന രീതിയിൽ അങ്ങനെ ടൈം ടേബിൾ എഴുതി. ഒരു ടീച്ചറുടെയാണ് ഞാൻ അതും എഴുതിയത്. പക്ഷെ പ്രിൻസിപ്പൾ ആയപ്പോ പ്രിൻസിപ്പളിന് എന്താ, LKG UKG മാത്രമുള്ള സ്കൂളാണ് ഞാൻ സെറ്റ് ചെയ്തിട്ട് പ്രിൻസിപ്പളിനെ കാണാൻ പറ്റണം ഓരോ ക്ലാസ്സിലും ഏത് ടീച്ചറാണെന്ന്. ആ രീതിയിൽ എഴുതിയാൽ എന്നോട് പറയാം. കുട്ടികളുടെ ടൈം ടേബിള് ഒറ്റ കുട്ടിയുടെ ടൈം ടേബിൾ ആയിട്ട് എഴുതി. അതായത് ഒരു ക്ലാസ് ഞാൻ അതിന്റെ മാത്സ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, ഡാൻസ്, മ്യൂസിക്, IT, GK, സ്റ്റോറി, പ്ലേ, കളറിംഗ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തു. നമ്മളുടെ KG കുട്ടികളുടെ ടൈം ടേബിൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എന്തൊക്കെ ഉണ്ടാവും. കർസീവ് റൈറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്ത് 6 പീരീഡ് ആണ്. മൺഡേ ടു ഫ്രൈഡേ 6 പീരീഡ്. മോർണിംഗ് സെഷൻ 3 പീരീഡ്സ്, ആഫ്റ്റർനൂൺ സെഷൻ അഗെയിൻ 3 പീരീഡ്സ്. അങ്ങനെ 6 പീരീഡ് ആയിട്ട് ഒരു സ്റ്റുഡൻസിന്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് ടൈം ടേബിൾ, അത് ഞാൻ ഒരു ടീച്ചർക്ക് ഉള്ള രീതിയിൽ, നമ്മളാണ് ടീച്ചർ എന്ന് വിചാരിച്ച് നമുക്ക് നമ്മുടെ ടൈം ടേബിൾ ഉണ്ടാക്കാം. LKG UKG മാത്രമുള്ള സ്കൂളാണ്. അത് LKG 2 സെഷനും UKG 2 സെക്ഷനുമായിട്ട് ഞാൻ ഇട്ടു. ഈ ടീച്ചർ അപ്പൊ 6 പീരീഡ് ആണല്ലോ. ഫസ്റ്റ് UKG 1 പോയി, സെക്കൻഡ് UKG 2 പോയി, തേർഡ് പീരീഡ് UKG 1 പോയി മൺഡേ. പിന്നെ 4th പീരീഡ് UKG 2 പോയി, 5th പീരീഡ് ടീച്ചർക്ക് ബ്രേക്ക്, 6th പീരീഡ് LKG 1 പോയി. ഒരു ദിവസം ടീച്ചർ 5 ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ടാവും. ആ രീതിയിൽ ഞാൻ ഇത് സെറ്റ് ചെയ്തു. ഇച്ചിരി ഒരു പണിയാ, കാരണം വെച്ചാൽ ഇതൊക്കെ വരച്ച് ഇങ്ങനെ ടൈം ടേബിൾ ഇങ്ങനെ ഇതുപോലെ വരച്ച് ഇതൊക്കെ ചെയ്യണം. ലൈൻ ഉള്ളതിലായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലേ കേട്ടോ. എല്ലാ ദിവസവും ഒരു പീരീഡ് ടീച്ചർക്ക് ബ്രേക്ക് ഉണ്ട്. പക്ഷെ 2 ഡിവിഷനിലും LKG 1ഉം LKG 2 ഉണ്ട്, UKG 1ഉം UKG 2ലും ആ ടീച്ചർ പോകുന്നുണ്ട്. ഈ പ്രിൻസിപ്പലിന്റെ ടൈം ടേബിള് മോണ്ടിസറിയുടെ എഴുതിയാൽ ഇതിലും എളുപ്പമാണല്ലോ, ഒരു ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണല്ലോ. കൊള്ളാലോ. യെസ്. പിന്നെ പ്രിൻസിപ്പലിന്റെ ടൈം ടേബിള് KG സെഷന് വേണ്ടിയിട്ട് മാത്രമാണ് എഴുതിയത്. അപ്പൊ എനിക്കിങ്ങനെ നമുക്ക് 4 ക്ലാസ് ഉണ്ടല്ലോ, LKG 1ഉം 2ഉം UKG 1ഉം 2ഉം. അപ്പൊ 4 ക്ലാസ്സിന് അറ്റ് എ ടൈം ആ 4 ക്ലാസ്സിന് ടീച്ചർ എൻഗേജ്ഡ് ആയിരിക്കണമല്ലോ. അപ്പൊ അങ്ങനെ ടീച്ചർമാരുടെ എണ്ണം എത്ര വേണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. 6 ടീച്ചർമാരെ വെച്ചു. ടീച്ചർമാർക്ക് പേര് കൊടുത്തു. T1, T2, T3, T4, T5, T6 എന്ന് 6 പേര് കൊടുത്തു. അപ്പൊ നമ്മളുടെ പ്രിൻസിപ്പൾ നോക്കുമ്പോ, ഇപ്പൊ ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ, പ്രിൻസിപ്പൾ നോക്കുമ്പോ മൺഡേ ഫസ്റ്റ് പീരീഡ് LKG 1 ഇപ്പൊ T1 ആണെന്ന് വിചാരിക്കാം. T1, LKG 2 T3, UKG 1 T4, UKG 2 T6. അപ്പൊ T2ഉം T5നും അപ്പൊ ബ്രേക്കാ, ഒരു ഫ്രീയാ. പിന്നെ അതിന് അനുസരിച്ച് അടുത്ത സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ്, 4th, 5th, 6th അങ്ങനെ ചെയ്തത്. കാണാൻ ഇച്ചിരി പണിയാട്ടോ. അത് കണ്ടോ, ഞാനിങ്ങനെ എഴുതി വെച്ചിരിക്കുക. അങ്ങനെ പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ. അപ്പൊ കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ, നിങ്ങൾക്ക് ട്രെയിനീസിന് കൺഫ്യൂഷൻ വന്നാൽ ഇവര് പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ എഴുതി വെച്ചതാണ് മീറ്റിംഗ്, പാരന്റ്സ് മീറ്റിംഗ്, ടീച്ചേഴ്സ് മീറ്റിംഗ് അങ്ങനെ എഴുതി വെച്ചു. ആക്ച്വലി നമുക്ക് വേണ്ടത് ഈ പ്രിൻസിപ്പളെ നോക്കുമ്പോൾ ഏത് ക്ലാസ്സിൽ ഏതൊക്കെ ടീച്ചറാണെന്ന് അറിയാൻ പറ്റണം. അതാണ് പ്രിൻസിപ്പൾ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു രീതിയിൽ പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങി 4th സ്റ്റാൻഡേർഡ് വരെ ചെയ്യണോ അങ്ങനെ. ഇതെനിക്ക് എളുപ്പമായിട്ട് തോന്നി. LKG UKG മാത്രമല്ലേ ഉള്ളൂ. മൃദുല പറഞ്ഞ പോലെ മോണ്ടിസറി ആണെങ്കിൽ എളുപ്പമായി. അവിടെ പിന്നെ പ്രിൻസിപ്പളും ഇല്ല, ടീച്ചറും ഇല്ല, ഫെസിലിറ്റേറ്ററും ഡയറക്ടേഴ്സും മാത്രമേ ഉള്ളൂ. അവിടെ ഒറ്റ ക്ലാസ് ആയിട്ട് എങ്ങനെ ഇരിക്കാം. ഇത് നമുക്ക് ട്രഡീഷണലിന്റെ ഒരു ടൈം ടേബിൾ ആണ് വേണ്ടത്. മിസ്സേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ ഇതിൽ കറക്റ്റ് ലോജിക്കലായിട്ടൊക്കെ തന്നെ എഴുതണോ? അതായത് ഇപ്പൊ ഇൻ കേസ് നമ്മൾ എഴുതി വരുമ്പോ UKG 1 തന്നെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നു, അത്രയും ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യണോ, അല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി പോയാൽ മതിയോ? ഇപ്പൊ ഒരു ടീച്ചർ UKG 1 സമയത്ത് തന്നെ നമ്മൾ പ്രിൻസിപ്പൽസ് ടൈം ടേബിൾ എഴുതുന്ന സമയത്ത് ആ ടീച്ചർ വേറൊരു സ്ഥലത്താണ് നമ്മൾ പ്ലേസ് ചെയ്തേക്കണമെങ്കിൽ അത്രയൊന്നും നോക്കണ്ടല്ലോ.
അങ്ങനെ അതായത് ഈ പ്രിൻസിപ്പലിന്റെ ടൈം ടേബിളും ടീച്ചർ ടൈം ടേബിളും കൂടെ നമുക്ക് ടാലി ചെയ്യണ്ട. പക്ഷെ നമ്മൾ പ്രിൻസിപ്പലിന്റെ ടൈം ടേബിൾ എഴുതുമ്പോൾ മൺഡേ LKG 1-ലും 2-ലും ഒരു ടീച്ചറെ തന്നെ എഴുതി വെക്കരുത്. അതൊന്ന് നോക്കണം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതാ ഞാൻ ചോദിച്ചത്. അത് മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പേരെഴുതുന്നതിനേക്കാൾ എളുപ്പം ആ ഒരു ചെറിയ ഡിവിഷൻസ് കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ലില്ല, കൂടിയാ നിങ്ങൾക്ക് കുഴപ്പം. രണ്ടെണ്ണൊക്കെ ആണെങ്കിൽ അതിൽ ഒതുങ്ങല്ലേ ഉള്ളൂ. ക്ലാസ്സിൽ തന്നെ വരില്ലേ കുറെ ടീച്ചേഴ്സ്? ഒരു ക്ലാസ്സിൽ തന്നെ 2-3 പ്രാവശ്യമൊക്കെ വരില്ലേ? ഡിവിഷൻ കൂടുതലുള്ളപ്പോ എല്ലാത്തിലും മാറി മാറി പോകോളൂല്ലോ. ഡിവിഷൻ കൂടുതൽ വെച്ചിട്ട് പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ ചെയ്യാനല്ലേ? യെസ് മാം. ഓക്കെ, അപ്പൊ ഞാനിപ്പം LKG UKG 4 സെഷൻസേ ഉള്ളൂ. അപ്പൊ എനിക്ക് ശരിക്കും ഒരു ടൈം 4 ടീച്ചർമാരുടെ നോട്ട് ചെയ്താൽ മതി. അപ്പൊ ഡിവിഷൻ കൂടുമ്പോ 4 എന്നുള്ളത് 5 ആകാം 6 ആകാം, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചേ? അത് തന്നെ. അപ്പൊ മിസ്സേ, ഈ ടീച്ചേഴ്സിന്റെ ടൈം ടേബിളും പ്രിൻസിപ്പളിന്റെതും ഏകദേശം ഒരേപോലെ വരില്ലേ? ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടീച്ചർക്ക് മാത്രമേ എഴുതുന്നുള്ളൂ ടൈം ടേബിൾ. നമ്മളാണ് ആ ടീച്ചറിനെ വിചാരിക്കുക, ഒറ്റ ടൈം ടേബിൾ അല്ലേ ഉള്ളൂ, ഒരാളുടെ ടൈം ടേബിൾ ഉള്ളൂ. പ്രിൻസിപ്പളുടെ എല്ലാ ടീച്ചർമാരും വരും. പിന്നെ ഡിവിഷൻ കൂട്ടിയാണ് എഴുതുന്നതെങ്കിൽ ടീച്ചറുടെ ടൈം ടേബിൾ, അല്ലെങ്കിൽ നമുക്ക് ഓരോന്നും ഓരോ സ്കൂളാണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ലല്ലോ. കുട്ടികളുടെ ടൈം ടേബിൾ നമ്മളോട് ചോദിക്കാൻ വരില്ല, കാരണം നമ്മൾ ഒറ്റ ക്ലാസിന്റെ ഇടുന്നുള്ളൂ കുട്ടികളുടെ ടൈം ടേബിൾ, ഒറ്റ ക്ലാസ്. ടീച്ചറിന്റെ ടൈം ടേബിൾ ഒറ്റ ടീച്ചറേ ഉള്ളൂ. ഇനി പക്ഷെ അപ്പം അവിടെ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ ആ ടീച്ചർ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകുന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ആ ടൈം ടേബിളിൽ കാണിക്കേണ്ടി വരും. അങ്ങനെ പോകുന്ന ടീച്ചറാണെന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഫസ്റ്റ് സ്റ്റാൻഡേർഡും കൂടെ ആ ടൈം ടേബിൾ എവിടെയെങ്കിലും കാണിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു സബ്ജക്ട് എടുക്കാൻ ആഴ്ചയിൽ 2 ദിവസമേ പോകുന്നുള്ളൂങ്കിൽ ഓക്കെ, നമുക്ക് അതും കൂടെ ആഡ് ചെയ്യാം. പക്ഷെ ടീച്ചർമാർക്ക് 1 അവർ ബ്രേക്ക് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുക. കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നതിനേക്കാളും അവർക്ക് ഒരു ദിവസം ഒരു പീരീഡ് അവർ ഫ്രീ. അവർ ഏത് ക്ലാസ്സിൽ പോകുന്നേ ഞാൻ എഴുതിയിട്ടുള്ളൂ കേട്ടോ ടീച്ചേഴ്സ് ടൈം ടേബിളിൽ. KG ആയതുകൊണ്ട് അവർ എന്ത് സബ്ജക്റ്റ് എടുക്കുമല്ലോ, ഏത് സബ്ജക്റ്റ് ആണ് ഞാൻ അവിടെ എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് ഇനി സബ്ജക്ട് എഴുതി വെക്കണോ അതും എഴുതാം. LKG 1 ടീച്ചർ പോയിട്ട് കളറിംഗ് ചെയ്യുന്നെങ്കിൽ ബ്രാക്കറ്റിൽ കളറിംഗ് എഴുതാം. ഇനി EVS ഒക്കെ ഉണ്ടോ, LKG EVS ഉണ്ടോ, EVS എഴുതാം. ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ എഴുതാം. സബ്ജക്ട് എഴുതണമെങ്കിൽ എഴുതി. ഞാൻ സബ്ജക്ട് എഴുതിയിട്ടില്ല, ക്ലാസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമ്മള് ഈ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, ഞങ്ങളുടെ മാം ഇത് വെറുതെ ഇങ്ങനെ നോക്കും, അല്ലാണ്ട് നോക്കുമ്പോൾ ടൈം ടേബിൾ ആണോ അത്രേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ചെയ്തതിനെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അങ്ങനത്തെ പരിപാടി നമ്മുടെ മോണ്ടിസോറി മെത്തേഡിലില്ല. അതേസമയം ഇതുമായിട്ട് ഒത്തിരി അങ്ങ് ഡീവിയേറ്റഡ് ആയിട്ട് വ്യത്യാസം വന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊന്ന് സ്പെസിഫിക് ആയിട്ട് പറയുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ അസൈൻമെന്റ് ഇങ്ങനെ കറക്റ്റ് ചെയ്തപ്പോ ജസ്റ്റ് പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു ആ ട്രെയിനി. അപ്പൊ ഞാൻ അതിൽ ശ്രദ്ധിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോണ്ടിസോറി ഇത്ര ബാച്ചിൽ എങ്ങാണ്ടത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മോണ്ടിസോറിയുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് കണ്ടു. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. അപ്പൊ ഞാൻ പറഞ്ഞു പ്ലീസ് കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് എഴുതി. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുള്ളൂ കറക്റ്റ് ചെയ്യുന്ന സമയത്ത്. അല്ലാതെ നിങ്ങൾ എഴുതിയ അസൈൻമെന്റിൽ ടോപ്പിക് അല്ലാതെ എന്തെങ്കിലും വന്നാൽ മാത്രമാണ് നമ്മൾ അവിടെ ഒരു കമന്റ് വരുള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾ എഴുതിയതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, വാല്യൂ ചെയ്യുന്നു. പിന്നെ അതിന്റെ ആ ഒരു പ്രസന്റേഷൻ അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതേ നമ്മൾ കമന്റ് ചെയ്യുള്ളൂ. അല്ലാതെ മോണ്ടിസോറി 8th ബാച്ചിന്റെ വൈവ നടക്കുക. ഇപ്പൊ അവരുടെ ഫൈനൽ എക്സാം ആണ് അടുത്ത മാസം. അപ്പൊ അവര് മാഗസിൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോടും പറഞ്ഞിരുന്നോ മാഗസിന്റെ കാര്യം? ഇല്ല മാം. ഇല്ല. ഓക്കെ, ഞാൻ വിട്ടുപോയതാ കേട്ടോ. നമുക്ക് നിർബന്ധവും നമ്മളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്, സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാഗസിൻ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ കോളേജുകളിലും ഒക്കെ മാഗസിൻ, സ്റ്റുഡന്റ് മാഗസിൻ എന്ന് പറഞ്ഞ് ഇറക്കില്ലേ. അപ്പോൾ ഓർക്കുക, നമ്മളുടെ വിർച്വൽ പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾ എല്ലാവരും പല ഭാഗത്താണ് ഇരിക്കുന്നത്. നമുക്കിപ്പോ 3 ബാച്ചുകളാണ് ഇപ്പൊ മാഗസിൻ ആക്കിയത്. ഫസ്റ്റ് ബാച്ച് MT1 ചെയ്തു, MT5 ചെയ്തുകൊണ്ട് കോൺവെക്കേഷൻ വരുമ്പോ അതിന്റെ പ്രകാശനം നടത്തിയവര് മാഗസിൻ അവര് എന്നിട്ടൊരു ഹാർഡ് കോപ്പി കൊണ്ടുവന്ന് അവർ നമുക്ക് തന്നു. പ്രകാശനം നടത്തുന്ന സമയത്ത് ഹാർഡ് കോപ്പി നമുക്ക് പ്രസന്റ് ചെയ്തു. അപ്പൊ ആ 2 ബാച്ചുകളുടെയും ഇങ്ങനെ ഹാർഡ് കോപ്പി ഇരിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ സോഫ്റ്റ് കോപ്പി ഉണ്ട്, കാരണം കുട്ടികളെല്ലാം പല ഭാഗത്തായതുകൊണ്ട് ഇവർക്ക് ഷെയർ ചെയ്യാനായിട്ട് സോഫ്റ്റ് കോപ്പി. അങ്ങനെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മലയാളത്തിൽ എഴുതാം, ഹിന്ദിയിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം, അറബിയിൽ എഴുതിയിട്ട് കുട്ടികളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് മനസ്സിലാവാത്ത ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കാം. സംസ്കൃതമോ ഹിന്ദിയോ അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ മീഡിയം ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മുടെ മലയാളത്തിൽ തന്നെ കിടന്നോട്ടെ.
തമിഴൊക്കെ എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പൊ തമിഴാണെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യാം. ഏതിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അത് ഇംഗ്ലീഷ് യൂസ് ചെയ്യും. അങ്ങനെ എഴുതിയ മാഗസീൻ്റെ ഒരു ഫോമാറ്റ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആ രീതിയിൽ ചെയ്ത് കഥ എഴുതിയവരുണ്ട്, കവിത എഴുതിയവരുണ്ട്, പിന്നെ മറിയ മോണ്ടിസോറിയെ കുറിച്ച് എഴുതിയവരുണ്ട്, പിന്നെ കോട്സ് എഴുതിയവരുണ്ട്. ആരുടെ ഇപ്പൊ ഗ്രേറ്റ് പീപ്പിളിന്റെ കോട്സ് നമുക്ക് അങ്ങനെ എടുത്ത് അത് കൊടുക്കാം. എല്ലാം അതായി പോരുത്. ഓരോരോ സെഷനായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യാം. സ്റ്റോറിയുടെ കോളം, റൈമിന്റെ കോളം, പിന്നെ നിങ്ങൾ ഡോക്യുമെന്ററി പോലെ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ പിക്ചർ വരയ്ക്കുന്നത് എല്ലാം കുറേ പിക്ചർ അല്ല, അങ്ങനെ മാഗസീനിലേക്ക് വേണ്ടുന്ന കണ്ടന്റ് എഡിറ്റോറിയൽ ബോർഡ് പോലെ മുന്നോട്ട് വന്ന് ആരെങ്കിലും ഒന്ന് ലീഡ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരുടെയും വർക്കുകൾ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും റൈംസും സ്റ്റോറീസും എല്ലാം നമ്മൾ നമ്മുടെ റെക്കോർഡിൽ എഴുതുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാഗസീന് വേണ്ടിയിട്ട് നല്ലൊരു പേരൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ എഴുതി അതൊക്കെ ശരിയാക്കാം. ഓക്കെ, എല്ലാവർക്കും കോപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പിന്നെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ലൈക്ക് ഹാർഡ് കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 8ലെ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു കുറെ പേർക്ക് ഹാർഡ് കോപ്പി വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് അവർ പ്രിന്റ് എടുത്ത് കോപ്പി എടുത്ത് അതിനുള്ള ചെലവ് അവർ തന്നെ വഹിക്കേണ്ടതായിട്ട് വരുമല്ലോ. ആ രീതിയിൽ ചെയ്തവരുണ്ട്. 8കാര് ചെയ്തപ്പം 8കാരല്ല 8ഉം 5ഉം ഒക്കെ ചെയ്ത സമയത്ത് നമ്മളുടെ അടുത്ത് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് തരണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത സാറിന്റെയും പ്രസിദ്ധ മേഡത്തിന്റെയും സിദ്ധാർത്ഥ് സാറിന്റെയും ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെയും എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അവരൊരു മാഗസീൻ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് എന്റെ സോഫ്റ്റ് കോപ്പി അവർ അയച്ചു തന്നു. 5ന്റെയും നല്ലതായിരുന്നു, 1ന്റെയും ഒക്കെ നല്ലതായിരുന്നു. നല്ലപോലെ പണിയെടുത്തു കുട്ടികളെല്ലാവരും. അത് പല പല ഭാഗങ്ങളിൽ നിന്ന് ചെയ്തതിന്റെ ആയിരുന്നു ആ റിസൾട്ട്. അതുകൊണ്ട് ആ റിസൾട്ട് മനോഹരമായിരുന്നു. നോക്കൂ, താല്പര്യമുണ്ട്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ. എല്ലാവർക്കും ഓരോ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അറിയാം, പക്ഷെ എന്നാലും ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കും കേട്ടോ. ഇപ്പൊ റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണുന്നവർ, ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നവരൊക്കെ ഉണ്ടാവും. പൊട്ടൻഷ്യൽ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ വരാനായിട്ട് നോക്കും. ഓക്കെ, അപ്പൊ മാഗസിൻ റെഡിയാക്കുക. പറഞ്ഞപ്പോഴും ഞാൻ മാഗസിൻ പറഞ്ഞത് മറന്നുപോയി. ഓക്കെ, അപ്പൊ അത് നോക്കുക. പിന്നെ തേർഡ് വൺ, വിസിറ്റ് എ പ്രീ സ്കൂൾ വർക്കിംഗ് ഇൻ എ ഗുഡ് വേ ആൻഡ് റൈറ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ സ്കൂൾ. ഇത് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്കൂളിനെ പറ്റി എഴുതാം. നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ഉണ്ടെങ്കിൽ അതിനെ പറ്റി എഴുതാം. ഇനി അത് രണ്ടും പോസിബിൾ അല്ലാത്തവരുണ്ട്, ഈ വർക്ക് ചെയ്യുന്നവരുണ്ടാവും പ്രീ സ്കൂളിൽ, അവർക്ക് ആ സ്കൂളിനെ പറ്റി എഴുതാം. രണ്ടും പോസിബിൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളുടെ അടുത്ത് എവിടെയെങ്കിലും ഒരു സ്കൂൾ നിങ്ങൾ കാണുമോ, എന്തെങ്കിലും അതിനെപ്പറ്റി അറിയുമോ, നമ്മളുടെ കസിൻസിന്റെ സ്കൂൾ, കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നും എങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ആ സ്കൂളിനെ പറ്റി എഴുതുക. അത് ഓക്കെ അല്ലേ? എഴുതുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മൾ പോയ സ്കൂളിനെ പറ്റി നമ്മളൊന്ന് നല്ല രീതിയിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി. പിന്നെ FAQ, ഫ്രീക്വന്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സ്. ഒരു പുതിയതായിട്ടൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ എവിടെയെങ്കിലും അഡ്മിഷന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കുറേസ് ഉണ്ടാവൂലേ, നമ്മൾ കുറേ ഡൗട്ട് ചോദിക്കും. എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഞാൻ 12 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് വിത്ത് ആൻസേഴ്സ്. അത് ഞാൻ വായിച്ചു തരാം, അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. What is the timing of the school? 10 AM to 3 PM. Whether conveyance is providing? Yes. How many working days per week? 5 days per week, Monday to Friday. A simple idea. Is there uniforms? Yes. From where we will get uniforms? School will provide uniforms for every kid. Is there only one uniform? No. Wednesday we have different type of uniform. Other 4 days, same color uniforms, which will be given in 2 pairs. What are the other materials the children have to bring? Children should bring bag, lunch, water bottle, snacks, and umbrella if needed. What about textbooks and notebooks? All the books will be provided from the school itself. Is there any extracurricular activities? Yes, dance and music. What is the fee structure? Fee details are given in the brochure itself. If any doubt, can contact the telephone number given in the brochure. Is there any evaluation? Yes, weekly and monthly evaluations are there. Is there any PTA meeting? Yes, monthly there is PTA meeting. ഇത്രയാണ് ഞാൻ എഴുതിയ FAQ. ഒരു പാരന്റ്സിന്റെ കൺസേൺ അല്ലെ, കുഞ്ഞുങ്ങളെ പുതിയതായിട്ടൊരു സ്കൂളിലേക്ക് ചേർക്കുമ്പോൾ അവർ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുപോലെ, അതായത് ഫ്രീക്വന്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുപോലെ എഴുതി അതിന്റെ ആൻസേഴ്സ് ആയിട്ട് എഴുതണം.
12 എന്നൊന്നുമില്ല, നിങ്ങൾക്ക് മിനിമം ഒരു 5 എങ്കിലും എഴുതണം കേട്ടോ. ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു മിനിമം 5 എങ്കിലും എഴുതാൻ നോക്കുക. 10ഓ 12ഓ 15ഓ എഴുതിക്കൂ. ഇനി മിനിമം 3 ആളുകളെ കുറിച്ചിട്ട് ഗുഡ് പ്രീ സ്കൂൾ ടീച്ചേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഏത് ലെവലിൽ പഠിക്കുന്ന, എലമെന്ററി ആയാലും ഹൈസ്കൂൾ ആയാലും ഹയർ സെക്കൻഡറി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ക്വസ്റ്റ്യന്റെ ഗുഡ് പ്രീ സ്കൂൾ ടീച്ചേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് പേഴ്സണലി അറിയാവുന്ന 3 ടീച്ചേഴ്സിനെ പറ്റി എഴുതണം. ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതാകാം, നിങ്ങളെ പഠിപ്പിച്ചതാകാം. 3 പേരെ പറ്റി നമ്മൾ എഴുതുക. എന്തുകൊണ്ടാണ് നമുക്ക് അവരോട് അത്രയും പ്രിയം? ഞാൻ വൈവയ്ക്ക് മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യനിലെ ഒന്നാണിത്. നമ്മൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള അങ്ങനെയുള്ള ടീച്ചർമാരെ കുറിച്ച് എഴുതാനും നമുക്കുണ്ട്, നമുക്ക് പേഴ്സണലി അറിയാവുന്ന ടീച്ചർമാരെ കുറിച്ച് എഴുതാനുണ്ട്. അപ്പൊ ഞാൻ ഇത് രണ്ടും ചോദിക്കാറുണ്ട്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ടീച്ചറിനെ പറ്റി പറയാമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ടീച്ചർ. അതായത് ഒരു ടീച്ചർ, ആ ടീച്ചറെ കണ്ടിട്ട് ഇതുപോലൊരു ടീച്ചർ എനിക്കും ആകണമെന്ന് നമുക്ക് ചെറുപ്പത്തിൽ ആഗ്രഹം തോന്നിയിട്ടുണ്ടാവില്ലേ? ഞാൻ ഇത് വൈവേൽ ഒരു കുട്ടിയോട് ചോദിച്ചപ്പോഴേ, ഈ കുട്ടിയെ, അതായത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചർ, ഈ കുട്ടി എന്നോട് പറഞ്ഞതെന്നറിയോ, എന്നെ 2 ടീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ടീച്ചർ എങ്ങനെ ആകാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു, ഒരു ടീച്ചർ എങ്ങനെ ആകണം എന്ന് മനസ്സിലാക്കി തന്നു. ശരിയാണ്, നമ്മളുടെയൊക്കെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. ആൽബർട്ട് ഐൻസ്റ്റീന്റെ കഥ നമ്മളിങ്ങനെ, കഥയല്ല, ആ ഒരു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം കുഞ്ഞായിരുന്ന സമയത്ത് ഒരു ടീച്ചർ കുട്ടിക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കയുടെ കയ്യിൽ ആ നോട്ട് കൊടുക്കുന്നു. അമ്മ ആ നോട്ട് കണ്ടതിന് ശേഷം കുട്ടിയെ പിന്നെ സ്കൂളിൽ വിടാതെ അമ്മ തന്നെ പഠിപ്പിക്കുന്നതായിട്ട്. അപ്പോ ഒരു ടീച്ചർ എങ്ങനെ ആകരുതെന്നുള്ളത് ആ ടീച്ചർ കാണിച്ചു തന്നു, ഒരു അമ്മ എങ്ങനെ ആകണം എന്നുള്ളത് ആ അമ്മയും കാണിച്ചു തന്നു. അപ്പൊ അതുപോലത്തെ കാര്യങ്ങൾ ഞാനിവിടെ എഴുതിയത്. ഞാൻ മോണ്ടിസോറി സ്കൂളിലാണ് ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തത്. അവിടെ ഞങ്ങളുടെ ഡയറക്ടർ ഒരു അജി എന്ന് പറഞ്ഞ സാറായിരുന്നു. സാധാരണ മോണ്ടിസോറിയില് ലേഡീസ് ആണ്. സാറിന്റെ വൈഫാണ് ശരിക്കും ആ സ്കൂളിന്റെ എന്താ പറയാ ഡയറക്ടറസ്. ആള് ചൈനക്കാരിയാണ്, സിംഗപ്പൂരാണ് സെറ്റിൽഡ്, വല്ലപ്പോഴേ വരുള്ളൂ. അപ്പൊ സാറാണ് അത് ഫുൾ നോക്കുന്നത്. ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. സാർ ഒരു പ്രൊഫസറാണ്. ഈ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സാറിനെ വിളിക്കും ക്ലാസ് എടുക്കാനായിട്ട്. പക്ഷെ നമുക്ക് കണ്ടാൽ തോന്നിയില്ല, അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പൊ സാറിനെ പറ്റിയായിരുന്നു ഞാൻ എഴുതിയത്. പിന്നെ എഴുതിയത് എന്റെ മോനെ LKG പഠിപ്പിച്ച ഒരു സിസ്റ്റർ ആയിരുന്നു, സിസ്റ്റർ ആൻഡ്രീത്ത. സിസ്റ്ററിനെ കുറിച്ചായിരുന്നു എഴുതിയത്. പിന്നെ എന്നെ നഴ്സറി പഠിപ്പിച്ചത്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പോയത് ഒരു ബാലവാടി എന്ന് പറഞ്ഞായിരുന്നു. അന്ന് അംഗൻവാടി ഒന്നും ആയിട്ടില്ല കേട്ടോ, ബാലവാടിയിലായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഒരു നഴ്സറിയിലേക്കാണ് പോയത്. പിന്നെ 1-1 ക്ലാസ്സിലേക്ക് LKG UKG എന്ന് പറഞ്ഞതിന് പകരം ആ നഴ്സറിയിൽ 2 വർഷം അങ്ങനെയായിരുന്നു. അവിടെ എന്നെ പഠിപ്പിച്ച കനക ടീച്ചറായിരുന്നു. അങ്ങനെ ഇവരെ 3 പേരെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും അതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതാം. അങ്ങനെ അവരെ നമ്മൾ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു, പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളവരെ കുറിച്ചാട്ടോ ഞാൻ എഴുതിയത്. അത് എഴുതാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ. അടുത്തത് റൈറ്റ് അബൌട്ട് ദ ക്വാളിറ്റീസ് ഓഫ് എ പ്രീ സ്കൂൾ ടീച്ചർ. ഒരു പ്രീ സ്കൂൾ ടീച്ചറുടെ ക്വാളിറ്റീസ്, അതിനെ പറ്റി എഴുതുക. നമുക്കറിയാം പ്രീ സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാംത്ത്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഗുഡ് അറ്റ് ഹേർട്ട് ആയിരിക്കണം, അല്ലെ? കുഞ്ഞു മക്കളെ അല്ലേ നോക്കുന്നത്. പിന്നെ മെന്റൽ കൺട്രോൾ ഉള്ള ഒരു ടീച്ചർ ആയിരിക്കണം. ഈ ടീച്ചർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സെൻസസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. കാരണം നമ്മൾ സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ടീച്ചർ ഇമോഷണലി ബേഴ്സ് ഔട്ട് ആവാൻ പറ്റില്ലല്ലോ. ദേഷ്യം വന്ന് ഷൗട്ട് ചെയ്യുക, സങ്കടം വന്ന് കരയുക എന്നുള്ളതൊന്നും കുട്ടികളുടെ മുന്നിൽ വെച്ച് ടീച്ചർ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ സെൻസസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ ആ ഒരു പ്രൊഫഷനിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം ആ ഒരു ടീച്ചർക്ക്. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ, കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നെ കുട്ടികളുടെ നീഡ്സും പാരന്റ്സിനെയും മനസ്സിലാക്കാനായിട്ട് ടീച്ചർക്ക് പറ്റണം. പിന്നെ ഒരു എൻകറേജിങ് അറ്റ്മോസ്ഫിയർ, ഒരു എൻകറേജിങ് ക്ലൈമറ്റ് ആയിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. സപ്പോർട്ട് ചെയ്യണം, കുട്ടികളെ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതിൽ ടീച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അവരെ പേടിപ്പിക്കാതെ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ടീച്ചർ ആയിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറെ എഴുതിയിട്ടുണ്ട് കേട്ടോ, എവിടെ നിന്ന് കിട്ടിയതെന്ന് അറിയില്ല, കുറെ എഴുതിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മള് ടീച്ചിങ് പ്രാക്ടീസിന് പോയതും അങ്ങനെ ഓരോന്ന് ആലോചിച്ച് അങ്ങനെ കുറെ, ഞാനൊരു 4 പേജ്, 4.5 പേജ് എഴുതിയിട്ടുണ്ട് പ്രീ സ്കൂൾ ടീച്ചറുടെ ക്വാളിറ്റീസ്. കാരണം നമ്മൾ ഈ മെത്തേഡിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മളിലും ഇത് വരണം എന്നുള്ള ഒരു ഇൻസൈറ്റ് വെച്ചിട്ടായിരിക്കണം അങ്ങനെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്.
ഇനി എല്ലാ കുട്ടികളെയും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം, എല്ലാ കുട്ടികളും അവളുടെ കണ്ണിൽ ഈക്വൽ ആയിരിക്കണം, എന്തെങ്കിലും സ്പെഷ്യൽ കെയർ, അതായത് നമ്മൾ ഒരു അൺബയസ്ഡും ഇംപാർഷ്യലും ആയിരിക്കണം എന്നാണ് പറയുന്നത്. ശരിക്കും മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് മാത്രമല്ല, എല്ലാ ടീച്ചർമാരുടെ ഒരു കോഡ് ഓഫ് എത്തിക്സ് ആണ്. ഈവൻ വൈവ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാ ടീച്ചർമാരും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് അൺബയസ്ഡ് ആൻഡ് ഇംപാർഷ്യൽ ആയിരിക്കണം. ഒരാൾക്ക് കൂടുതൽ മാർക്ക് കൊടുത്തു ഒരാൾക്ക് കുറവ് മാർക്ക്, അങ്ങനെയല്ല. നമ്മൾ അൺബയസ്ഡ് ആയിരിക്കണം, ഇംപാർഷ്യൽ. അവരുടെ ആ ഒരു പെർഫോമൻസിന് തന്നെ മാർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. പിന്നെ പല കാര്യങ്ങളും ഇല്ലേ, ടീച്ചർ ചിലപ്പോൾ കുറേ കുട്ടികളെ ആയിരിക്കും ഒരുമിച്ച് ഡീൽ ചെയ്യുന്നത്. ഓരോ കുട്ടികളുടെയും ലെവല് ഡിഫറെന്റ് ആയിരിക്കും. അതൊക്കെ മനസ്സിലാക്കി വേണം കുട്ടികളെ ഡീൽ ചെയ്യാനായിട്ട്. പിന്നെ ചില സമയത്ത് പല തവണ ലെസൺസ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചില കുട്ടികളെ പെട്ടെന്ന് മനസ്സിലാക്കാം, ചില കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ അതിലൊന്നും ഇറിറ്റേറ്റഡ് ആകരുത്. ഇതൊക്കെ ഞാൻ തന്നെ തോന്നുന്നു. ഓർമ്മയില്ലേ ഇപ്പൊ എവിടെ നോക്കിയിട്ടുണ്ട്, അങ്ങനെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു നമ്മള് സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മളോടുള്ള ടീച്ചേഴ്സിന്റെ അപ്രോച്ചും എല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് തോന്നിട്ട് എഴുതി വെച്ചത്. പിന്നെ കുട്ടികളെ നോക്കി കളിയാക്കി ചിരിക്കരുത്, അവരുടെ കൂടെ സന്തോഷത്തോടു കൂടി ചിരിക്കണം, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കിട്ടിയതാണ്. സേഫ് ഫൺ എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ കുട്ടികൾക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം അവിടെയൊക്കെ ടീച്ചർ കൊടുക്കണം. ഒരു ടീച്ചർ ജോബ് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കും. ക്യാഷ് ഒക്കെ കൊടുത്തപ്പോൾ ടീച്ചർ ജോബ് കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ ഒരു പ്രീ സ്കൂളിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത് അത്ര ഈസി അല്ല. അത് ഞാൻ എഴുതി വെച്ചിട്ട് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസസ് നെക്കാളും കൂടുതൽ വേണ്ടുന്ന ക്വാളിറ്റീസ് ഉണ്ട്, അതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ടീച്ചിങ് ലാസ്റ്റ് എൻഡ് ചെയ്തിരിക്കുന്നത് ടീച്ചിങ് പ്രീ സ്കൂൾ ക്യാൻ ബി ടയറിങ് ആൻഡ് സ്ട്രെസ്ഫുൾ ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഇൻക്രെഡിബിളി റിവാർഡിങ് ഇൻ ദ എൻഡ്. നമ്മൾ എത്ര വലുതായാലും നമ്മള് ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർമാരെ നമ്മൾ ഓർക്കുമല്ലേ. ഞാൻ എന്റെ പ്രീ ഡിഗ്രി ടൈമില് എനിക്ക് ഓർമ്മയൊന്നുമില്ല, ഓർത്തെടുത്താൽ ഒരു പക്ഷെ ആ ടൈമിലെ ടീച്ചർ ഓർമ്മ വരട്ടോ. പക്ഷെ ചെറിയ ക്ലാസ്സിലെ ടീച്ചർമാരെ, നമ്മൾ ആദ്യ അക്ഷരം പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയാണ്. പിന്നെ അടുത്തത് റൈറ്റ് കൂടെ അതേ പറഞ്ഞു, ബയോഗ്രഫീസ് ഓഫ് വേൾഡ് നോൺ ബെസ്റ്റ് ടീച്ചേഴ്സ്, അവരെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ വിത്ത് their ഫോട്ടോസ്, their പിക്ചേഴ്സ്. 5 പേരെയാണ് പറഞ്ഞിരിക്കുന്നത്, മിനിമം 5%. ഞാൻ 10 പേരെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് എഴുതിയപ്പോൾ ഐൻസ്റ്റീന്റെ ഒരു കൊച്ചു പിക്ചർ വെച്ചിട്ട് തൊട്ടിപ്പുറത്ത് ഐൻസ്റ്റീൻ ജനിച്ച വർഷവും സ്ഥലവും മരിച്ച വർഷവും സ്ഥലവും അങ്ങനെ എഴുതി. അങ്ങനെ എഴുതാനൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല, പക്ഷെ അങ്ങനെ എഴുതി വെച്ചിരുന്നു. പിന്നെ ഒരു കാര്യം നിർബന്ധമായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാണ്, ഈ വേൾഡ് ഫേമസ് ബെസ്റ്റ് ടീച്ചേഴ്സിൽ ഒരാള് മറിയ മോണ്ടിസോറി ആയിരിക്കണം കേട്ടോ. ബാക്കി 4 പേരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റി എഴുതി. പിന്നെ എഴുതുക അനി സുലൈവൻ. അനി സുലൈവൻ അറിയോ? അറിയാം. ടീച്ചർ തന്നെയാണ്. എത്രയോ വർഷങ്ങൾ ഹെലൻ കെല്ലറിനൊപ്പം 49 റിലേഷൻഷിപ്പ് ആയിരുന്നു അനീസ് ലെവന്റെ ലൈഫ് മുഴുവനും ഹെലൻ കെല്ലറുടെ കൂടെയായിരുന്നു. അനീസ് ലെവൻ ഉള്ളത് കൊണ്ടാണ് ഹെലൻ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഹെലൻ കെല്ലർ ആയിട്ട് മാറിയത്. അനീസ് ലെവൻ ഒരു ഇല്ലായിരുന്നെങ്കിൽ ഹെലൻ വേറൊരു രീതിയിൽ ആയി പോയേനെ. പിന്നെ അരിസ്റ്റോട്ടിലിനെ പറ്റിയാണ് ഞാൻ എഴുതിയത്. പിന്നെ മറിയ മോണ്ടിസോറി, ഡോക്ടർ മറിയ മോണ്ടിസോറി, ബുക്കർ ടി വാഷിംഗ്ടൺ. ഇനി നമ്മളുടെ ടീച്ചർമാരൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ കേരളത്തിലെ, അതൊക്കെ എഴുതാട്ടോ. കൺഫ്യൂഷ്യസ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഓർമ്മയിലാണല്ലോ അധ്യാപക ദിനമൊക്കെ ഓർക്കുന്നത്. പിന്നെ ലൂയിസ് ബ്രെയിലി, ബ്ലൈൻഡ് ആയിരുന്നു. അദ്ദേഹമാണ് ബ്ലൈൻഡ് പീപ്പിളിന് വേണ്ടിയിട്ട് ബ്രെയിലി ലിപി കണ്ടുപിടിച്ചത്. ഓക്കെ, ദെൻ സോക്രട്ടീസ്, സർ ഐസക് ന്യൂട്ടൻ. ഇത്രയും പേരെ പറ്റിയാണ് ഞാൻ എഴുതിയത്. നിങ്ങൾക്ക് 5 പേരാണ് ഞാൻ മിനിമം പറഞ്ഞിരിക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ എഴുതാം. ഒരാള് മറിയ മോണ്ടിസോറി ആയിരിക്കണം എന്ന് മാത്രമേ. അടുത്തത് ക്രിയേറ്റ് യുവർ ഓൺ ഡേ ടൈം ടേബിൾ. ഒന്നുമില്ല, നമ്മളുടെ ഡെയിലി റൊട്ടീൻ കാണിച്ചുകൊണ്ടുള്ള ഒരു ടൈം ടേബിൾ. നമ്മൾ രാവിലെ എണീക്കുന്ന തുടങ്ങി രാത്രി കിടക്കുന്ന വരെയാണ് നമ്മളുടെ അത് സൺഡേസിൽ അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ. വീക്കെൻഡ്സ് നോക്കണ്ട. നമ്മളുടെ വീക്ക് ഡേയ്സിലെ ഒരു ദിവസം ഒന്ന് ജനറലൈസ് ചെയ്തൊന്ന് എഴുതിയാൽ മതി.
നെക്സ്റ്റ്, വാട്ട് ആർ ദി ലേണിംഗ് ആക്ടിവിറ്റീസ് യു പ്രൊവൈഡഡ് ഇൻ ദി ടീച്ചിങ് പ്രാക്ടീസ് സ്കൂൾ? അതായത് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ എന്തെല്ലാം ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് ആ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്തത്? ഒരു പക്ഷെ എല്ലാവരും പോയിട്ടുണ്ടാവില്ല, അപ്പൊ നമ്മൾ പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവര് ഇനി പോകുമ്പോൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് കൊടുക്കാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് അതാണ് എഴുതേണ്ടത്. ഒന്ന് ബ്രാക്കറ്റിൽ എഴുതിയേക്കണം. ഇഫ് യു ഹാവൻ സ്റ്റാർട്ടഡ് ഇറ്റ്, വാട്ട് ഓൾ ആക്ടിവിറ്റീസ് യു ആർ പ്ലാനിങ് ഫോർ, അതാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവര് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് എഴുതിയാൽ മതി. ഓക്കെ, അത് പിന്നെ റൈറ്റ് അബൌട്ട് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എൻവയോൺമെന്റ്. ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കൂൾ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം? മോണ്ടിസോറി സ്കൂൾ അങ്ങനെയാണല്ലോ, അല്ലാതെ നമുക്ക് എഴുതാം. ഞാൻ അതിന് കുറച്ച് പിക്ചേഴ്സും കൂടെ ഞാൻ ഒട്ടിച്ചിരുന്നു കേട്ടോ. ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളിൽ ഞാൻ പറഞ്ഞില്ല, സാറിന്റെ വൈഫ് ചൈനക്കാരി ആളാണത്, സാറാണ് ഇത്. അങ്ങനെ എനിക്ക് അത് ഒരു ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെയാണ് ഞാൻ ആ സ്കൂളിനെ പറ്റി അറിയണതും അങ്ങനെ അവിടെ പോയതും. അങ്ങനെ സ്കൂൾസിന്റെ ഫോട്ടോ കിട്ടിയതൊക്കെ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു. അങ്ങനെ കുട്ടികൾക്ക് ചൈൽഡ് ഫ്രണ്ട്ലി ഈ ഒരു ഫോട്ടോയും എനിക്ക് ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്ന് അവിടെ നിന്ന് കിട്ടി. കാരണം ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ഒക്കെ കണ്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പിക്ചേഴ്സ് കിട്ടുവാണെങ്കിൽ, വേണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞു. ഇത്രയുമാണ് നിങ്ങൾ ഈ ഈ അസൈൻമെന്റിൽ എഴുതുന്നത്. കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പതുക്കെ ഒന്ന് എഴുതി തുടങ്ങിക്കോളൂ. പിന്നെ ഇത് സബ്മിറ്റ് ചെയ്യണ്ട കേട്ടോ, കാരണം ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിലൊരു ബുക്കായിട്ട് മുഴുവൻ നിങ്ങൾ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യാന്നുള്ളത് പാടായിരിക്കും. പക്ഷേ വൈവ ടൈമിൽ ഇത് വാല്യൂ ചെയ്യും. കാരണം ആ ഒരു ടൈമിൽ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ഞാൻ സ്ഥിരം ചോദിക്കുന്നത് നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീച്ചറിനെ പറ്റി ഒന്ന് പറയാമോ എന്ന് ചോദിക്കും. ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ എന്നോട് പലരും നോക്കി വായിച്ചോട്ടെ എന്ന് ചോദിച്ചു. എനിക്കത് നോക്കി അതേ സെന്റൻസ് കേൾക്കുക എന്നുള്ളതല്ല, ആ കണ്ടന്റ് ഒന്ന് ബ്രീഫ് ചെയ്ത്, കാരണം നമ്മള് അത് മനസ്സിലാക്കി. ഇപ്പൊ മോണ്ടിസോറിയെ നല്ലപോലെ അറിഞ്ഞ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് ആരുടെ മുന്നിലും പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ചുമ്മാ ഇങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കുന്ന പോലെ വായിക്കുന്ന രീതി അതൊന്ന് ഒഴിവാക്കുക. ഇപ്പൊ നിങ്ങളുടെ റെക്കോർഡിൽ സ്റ്റോറി എഴുതിയിട്ടുണ്ടാവും, തന്നെത്താൻ എഴുതിയ സ്റ്റോറി. അപ്പൊ ജസ്റ്റ് ആ സ്റ്റോറി ഏതെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് വരുന്ന ഒരു സ്റ്റോറി ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാമോ എന്ന് ചോദിക്കും. അപ്പൊ നോക്കി വായിച്ചോട്ടെ മിസ് എന്ന് ഇങ്ങോട്ട് ചോദിക്കും. എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്തോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് ഞാൻ പറയില്ല വൈവ സമയത്ത്. പക്ഷെ ദാറ്റ് വിൽ അഫക്ട് അവർ പെർഫോമൻസ്. നമ്മൾ ചെയ്തിട്ടുള്ള എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് നമ്മളുടെ ഉള്ളിലായി കഴിഞ്ഞു. അതൊരു നോളജ് ആയിട്ട് അങ്ങനെ ഇരിക്കുവോ, അത് ഒരിക്കലും മറക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു എഫേർട്ട് എടുത്തതിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ടായിരിക്കാം നോക്കി വായിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത് കേട്ടോ. പിന്നെ പിജിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. 9, 10, 11 3 ബാച്ചിന് ഒരുമിച്ചാണ് നടക്കുന്നത്. പിജിക്ക് നിങ്ങൾക്ക് ക്ലാസ്സിൽ സെമിനാർ എടുക്കാൻ പറ്റുന്നവർക്ക് ക്ലാസ്സിൽ സെമിനാർ എടുക്കാം. കാരണം നമ്മുടെ പ്രാക്ടിക്കൽ സെഷനിൽ സെമിനാർ എന്നൊരു കോളം ഉണ്ട്, നമുക്ക് 100 മാർക്ക് ഉണ്ട്. അപ്പോൾ PG വരുന്നവര് PGക്ക് ക്ലാസ്സിൽ കയറി സെമിനാർ എടുക്കാൻ ഓക്കെ ആയിട്ടുള്ള ടീച്ചറോട് പറഞ്ഞു ഒരു 5 മിനിറ്റ് ടീച്ചർ പ്രൊവൈഡ് ചെയ്യായിരിക്കും, നിങ്ങൾക്ക് സെമിനാർ എടുക്കാം. നല്ല രീതിയിൽ ആ ടോപ്പിക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക, കാരണം കേൾക്കുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആകും. ആ പോർഷൻ നമുക്ക് പിന്നെ എടുക്കേണ്ട ആവശ്യം വരാത്ത രീതിയിൽ അതുപോലെ എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്തിട്ട് സെമിനാർ എടുക്കണം. വെറുതെ വായിച്ചു നോക്കുകയല്ല ചെയ്യേണ്ടത്, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം പല പല കാര്യങ്ങളുമായിട്ട്. കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ മലയാളത്തിലാണെങ്കിൽ നല്ലപോലെ തന്നെ പ്രസന്റ് ചെയ്യുന്നതിൽ തന്നെയാണ് കാര്യം. അങ്ങനെ ആ മാർക്ക് അപ്പൊ തന്നെ ടീച്ചർ നോട്ട് ചെയ്യും. നമ്മുടെ പ്രാക്ടിക്കൽ സെഷനിലേക്ക് ആ മാർക്ക് അയച്ചു തരുകയും ചെയ്യും. അപ്പൊ അതും നമ്മൾ അവിടെ നോട്ട് ചെയ്തു. ഇനി റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് പലപ്പോഴും ക്ലാസ് റൂമിൽ സെമിനാർ എടുക്കണവർക്ക് പറ്റില്ലല്ലോ. അവര് ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് സെമിനാർ പ്രിപ്പയർ ചെയ്യണം. അവര് വൈവിക്ക് വരുമ്പോൾ 2 മിനിറ്റ്സ് കൊണ്ട് അത് ബ്രീഫ് ചെയ്യണം. നമുക്ക് വൈവിക്ക് 10 മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് 2 മിനിറ്റ്സ് അത് ബ്രീഫ് ചെയ്യാനായിട്ട് പറയുന്നത്. പിന്നെ അതിന് നല്ല പോലെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ അതേ കാര്യം മാർക്ക് ലിസ്റ്റില് സെമിനാർ എന്നുള്ള മാർക്ക് കാണുമ്പോൾ എന്ത് സെമിനാറാണ് നിങ്ങൾ ചെയ്തതെന്ന് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ എടുത്തു കൊടുക്കാൻ പറ്റണം. ഇതാണ് ഞാൻ ചെയ്ത സെമിനാർ നമ്പർ. റിപ്പോർട്ട് കയ്യിലില്ലെങ്കിൽ അതൊരു മോശമായി പോയി. അത് ഷെഡ്യൂൾ ചെയ്യുക, ഇനിയുള്ള വർക്കുകൾ ഷെഡ്യൂൾ ചെയ്യുക. ടേം 1 എക്സാം കഴിഞ്ഞപ്പോഴേക്കും ഒരു മനസ്സിലായി, എക്സാമിന്റെ ഒരു പാറ്റേൺ മനസ്സിലായല്ലോ. നമ്മൾ ഇനി പാർട്ട് 3 ഞാൻ എടുക്കുന്നത് 3rd, 4th, 7, 10 ഈ 4 യൂണിറ്റ്സ് ആണ്. ഈ 4 യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ വൺസ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ നിങ്ങൾ അല്ലാതെ ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കാൻ നോക്കി കഴിഞ്ഞാണ്ടല്ലോ എന്താ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും.
ഇത് അതിന്റെ ഉള്ളിലൂടെ നമ്മൾ അങ്ങ് കടന്നു പോകണം. കുട്ടികൾ എങ്ങനെയാണ് അവരുടെ കുഞ്ഞു പ്രായത്തിൽ അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ററാക്റ്റീവ് സെഷനായിട്ട് അത് പോകണം. പിന്നെ ഒരു തേർഡ് യൂണിറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു പകുതി ആകുമ്പോഴേക്കും ഞാൻ പറയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അടുത്ത ടോപ്പിക് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വരൂ, എന്നിട്ട് ക്ലാസ് ലീഡ് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, യു ക്യാൻ ലീഡ് ദ ക്ലാസ്. നിങ്ങൾ തമ്മിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് ഈ ടോപ്പിക് ഞാൻ ലീഡ് ചെയ്യാം ഇങ്ങനെ പറഞ്ഞു വരുവാണെങ്കിൽ നമുക്ക് ക്ലാസ് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാം. നമ്മളിപ്പോ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ യാത്രയുടെ ഏകദേശം ആയി കഴിഞ്ഞു. പ്രാക്ടിക്കൽ സെഷനും കൂടെ കഴിയുമ്പോഴേക്കും നിങ്ങൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററോ, പിന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ഞാൻ അടുത്ത സ്റ്റെപ്പ് എടുക്കണം, ഒന്നും ഇനി ആരും ഗൈഡ് ചെയ്യേണ്ടതോ ഒന്നും ആവശ്യം വരില്ല. സോ ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് നമ്മൾ ഇനി പൂജ ഹോളിഡേസിന് ശേഷമായിരിക്കും കാണുന്നത് അല്ലേ? പൂജ ഹോളിഡേസിന് ശേഷം നമുക്ക് നല്ലൊരു ക്ലാസ് സ്റ്റാർട്ട് വരാം. യെസ് മിസ്സിനെ ഒരു കാര്യം ചോദിച്ചിട്ട്, നമ്മുടെ ഈ വൈവ സെക്ഷൻ വരുന്ന മെയിൻ എക്സാം കഴിഞ്ഞിട്ടായിരിക്കുമോ വരുന്നത്? നമ്മള് പ്രത്യൂഷ സാധാരണയായിട്ട് ഫസ്റ്റ് ഒരു 5 ബാച്ച് വരെ നമ്മൾ മെയിൻ എക്സാം കഴിഞ്ഞ് വൈവ സെഷൻ വെച്ചു. വൈവ ശരിക്കും പ്രാക്ടിക്കലിനെ ബേസ് ചെയ്ത് മാത്രമാണ് നടത്താറ്. തിയറിയിലൊന്നും ക്വസ്റ്റ്യൻ ചോദിച്ച് അങ്ങനത്തെ കഷ്ടപ്പെടുത്തലൊന്നുമില്ല. നമ്മുടെ പ്രാക്ടിക്കൽസ്, നമ്മൾ ചെയ്ത അസൈൻമെന്റ്, സർവേ റിപ്പോർട്ട്, സെമിനാർ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടാണ്. PG-കാരുടെ ആട്ടോ സെമിനാർ എന്ന് പറഞ്ഞേ. അപ്പോ നമ്മൾക്ക് മനസ്സിലായി പ്രാക്ടിക്കൽ സെഷൻ നമ്മൾ പാർട്ട് 3 പകുതി ആകുമ്പോഴേക്കും പ്രാക്ടിക്കൽ സെഷനും സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ. അപ്പൊ പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിയുമ്പോൾ തന്നെ നമുക്ക് വൈവ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ വർക്ക് പെൻഡിങ്ങിൽ വെക്കാതെ വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. അതുമായി റിലേറ്റ് ചെയ്ത വർക്കുകൾ, അസൈൻമെന്റ്, സർവേ റിപ്പോർട്ട്, റെക്കോർഡുകൾ, പിന്നെ ടീച്ചിങ് മെറ്റീരിയൽസ് കുറെ ഉണ്ടാക്കിയിട്ട് പിന്നെ നിങ്ങളുടെ ക്രാഫ്റ്റ് വർക്കുകൾ, അതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ വൈവ ടൈമിൽ വൈവ അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിയറി എക്സാമിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. തിയറി കഴിഞ്ഞ് വൈവ വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യും. നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം തിയറി എക്സാം എഴുതി കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് ഡിജിറ്റൽ ആണല്ലോ. ഇത് തിയറി കഴിഞ്ഞ വൈവയ്ക്ക് ജോയിൻ ആവാൻ ഭയങ്കരമായിട്ട് ഡിലേ ആകുമ്പോൾ പിള്ളേര്, ഇത് നമ്മുടെ ഈ പ്രാക്ടിക്കൽ കഴിഞ്ഞ ഉടനെ ആകുമ്പോൾ ടെൻഷൻ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ പ്രാക്ടിക്കലിന് അന്ന് വരുമ്പോൾ തന്നെ വൈവയ്ക്ക് റെഡി ആയി വരുന്നവരുണ്ട്. പ്രാക്ടിക്കൽ സെഷൻ കഴിയുന്നത് അവരങ്ങ് വൈവയ്ക്ക് ഇരിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മുടെ 5 റെക്കോർഡ് കംപ്ലീറ്റ് ആയിരിക്കണം, സർവേ റിപ്പോർട്ട്, അസൈൻമെന്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. ടീച്ചിങ് മെറ്റീരിയൽസ് പ്രാക്ടിക്കലിന് നേരിട്ട് വരുന്നവർ അതൊന്നും കൊണ്ടുവരണ്ട, ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ പാടില്ലേ. അവരൊരു സെൽഫി ഫോട്ടോയോ സെൽഫി വീഡിയോയോ ആ മെറ്റീരിയലോ ആയിട്ടുള്ളത് എടുത്ത് എനിക്കൊന്ന് അയച്ചു തന്നാൽ മതി. ഇനി അതല്ല ഓൺലൈൻ ആയിട്ട് വൈവ ചെയ്യുന്നവര് ജസ്റ്റ് എല്ലാവരും ബെഡിലോ ടേബിളിലോ ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് കാണിച്ചു തരും, നമ്മളെ വീഡിയോ ഓൺ ചെയ്ത് എല്ലാം കാണിച്ചു തരും. അങ്ങനെയാണ് വൈവ ചെയ്തു പോകുന്നത്. അപ്പൊ അത് നമ്മൾ പാർട്ട് 3 ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ വൈവ സ്റ്റാർട്ട് ചെയ്യും. ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞ് 1 വീക്ക് ഒക്കെ കഴിയുമ്പോഴേ തുടങ്ങുള്ളൂ കേട്ടോ. കാരണം ഇപ്പൊ 8ന്റെ വൈവ ചെയ്തുകൊണ്ടിരിക്കുക. അവർക്കിപ്പോ പാർട്ട് 3 കഴിയാൻ പോണേ ഉള്ളൂ. അവരുടെ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞ മാസമായിരുന്നു കഴിഞ്ഞത്. 8ന്റെ വൈവ നടക്കുകയാണ്. അവരുടെ കഴിയുമ്പോഴേക്കും 9ന്റെ തുടങ്ങും. 10ന്റെ പ്രാക്ടിക്കൽ സെഷൻ 4-ാം തീയതിയാണ്. അപ്പൊ 9ന്റെ വൈവ കഴിയുമ്പോഴേക്കും 10ന്റെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നിങ്ങളുടെ ആയല്ലോ. അപ്പൊ അത് ഒന്ന് വിചാരിച്ചിരുന്നു, ടെൻഷനൊന്നും വേണ്ട. നമ്മൾ തന്നെയായിരിക്കും. വളരെയധികം പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടാവും. നമ്മൾ ആ ഒരു 10 മിനിറ്റ് നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കും. അപ്പൊ നിങ്ങള് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെയായിരിക്കും. എക്സ്റ്റേണലിനെ ഒന്നും നമ്മൾ വിളിക്കുന്നില്ല. അങ്ങനെ നിങ്ങളെ കഷ്ടപ്പെടുത്തേണ്ട സാർ നമ്മളോട് പറഞ്ഞു സാർ. അപ്പൊ അങ്ങനെ ആ സമയത്ത് നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ ഉള്ളിൽ ഈ മോണ്ടിസോറി മെത്തേഡ് എത്രത്തോളം കയറി എന്നുള്ളത് അറിയാവുന്ന മാത്രമേ ഉള്ളൂ നമുക്ക്. അല്ലാണ്ട് കഷ്ടപ്പെടുത്താനല്ല. പിന്നെ പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്കുകൾ ചെയ്യാതെ നമ്മുടെ ഒരു ക്രൈറ്റീരിയ ആണല്ലോ. കാരണം മാർക്ക് ലിസ്റ്റിൽ അതിന്റെ ഒക്കെ മാർക്ക് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ പിന്നെ വൈവയുടെ സ്ലോട്ട് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അസൈൻമെന്റ്സ് ആ പ്ലാറ്റ്ഫോമിൽ സബ്മിറ്റ് ചെയ്യേണ്ട. അത് പിന്നെ മാർക്ക് ഇടില്ല എന്നല്ല, വൈവയുടെ സമയത്ത് പറഞ്ഞാൽ മതി. ഞാൻ അസൈൻമെന്റ് എല്ലാം എന്റെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ അസൈൻമെന്റ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും നിങ്ങൾ അതെല്ലാം ചെയ്തിട്ടുണ്ടെന്നത്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സൈൻ ഔട്ട് ഞാനാണേ. താങ്ക് യു ജിഷ മാം. ഇന്ന് നമ്മുടെ റെക്കോർഡ് റൈറ്റിങ്ങിനെ കുറിച്ചും കുട്ടികളുടെ സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് മാം പറഞ്ഞു തന്നത്. അപ്പം പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് മാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.
Okay, bye, ma'am. Thank you.